കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയധികം ഉത്കണ്ഠയും ഞെട്ടലും ഉളവാക്കിയ വാർത്തയായിരുന്നു എറണാകുളത്തെ ലേക്ക് ഷോർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന അവയവ കച്ചവടത്തെക്കുറിച്ചുള്ള വാർത്ത. പരിപൂർണമായും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യ ശരീരത്തിൽ നിന്നും അവയവങ്ങൾ മുറിച്ചെടുത്ത് മറ്റൊരാൾക്ക് വെച്ചുപിടിപ്പിക്കുന്നതിനപ്പുറത്ത് അതിൻ്റെ കച്ചവട സാധ്യതകൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ബിസിനസ് മാഫിയകളായി ഇവിടുത്തെ ആരോഗ്യരംഗം അധപ്പതിച്ചു പോകുന്നുവോ എന്ന സന്ദേഹത്തിൽ കേരളത്തിലെ ജനങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഷെക്കേന ന്യൂസ് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. കൊന്നിട്ടാണോ അവയവ കച്ചവടം? ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നു KCBC പ്രോ ലൈഫ് ആനിമേറ്റർ ശ്രീ ജോർജ് സേവ്യർ, കാസയുടെ പ്രസിഡന്റ് ശ്രീ കെവിൻ പീറ്റർ, പോട്ട ധന്യ മിഷൻ ആശുപത്രിയിൽ പീഡിയാട്രീഷ്യനായി സേവനം ചെയ്യുന്ന ഡോക്ടർ റജു വർഗീസ്. 3 പേർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ജോർജ്, ഒരു മനുഷ്യ ശരീരത്തിൽ നിന്നും ആ വ്യക്തിയുടെ പരിപൂർണമായ സമ്മതമില്ലാതെ ആ വ്യക്തി പരിപൂർണമായിട്ടും മരിക്കുന്നതിന് മുൻപായിട്ട് തന്നെ അയാളുടെ ശാരീരിക അവയവങ്ങൾ മുറിച്ച് മാറ്റിയെടുക്കുന്നതിനകത്തെ ഒരു അധാർമികതയുണ്ടല്ലോ. ഒരു പ്രോ ലൈഫിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങ് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ നിരീക്ഷിക്കുന്നത്? ഏതായാലും ചോദ്യം പ്രസക്തമാണ്. അപ്പോൾ ഞാൻ ഡോക്ടർ രജു ഉണ്ട്, ഞങ്ങളൊക്കെ എനിക്ക് 5 മക്കളാണ്. അപ്പൊ ഈ 5 മക്കളുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർമാരോട് ഇടപെട്ടതിന്റെ ഒരു 3-4 എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഈ ധാർമ്മികതയെ കുറിച്ച് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഒന്ന്, എൻ്റെ ഭാര്യയുടെ 4ാമത്തെ പ്രസവം. അപ്പൊ ഈ 4ാമത്തെ പ്രസവം നടക്കുന്നതിന് മുമ്പ് ഞാൻ ഡോക്ടർ ഫിൻഡോയായിട്ട് ഫോണിൽ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ് ഗൈനക്കോളജിസ്റ്റ് ആണ്, അതുകൊണ്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നഴ്സ് എന്ന് പറയുന്നു സെർവിക്സ് തുറന്നു, ഏകദേശം 2 സെന്റിമീറ്റർ കൂടി തുറന്നിട്ടുണ്ട്, ഇനി ഭ്രൂണസഞ്ചി പൊട്ടിച്ചു വിടും. ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ് അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ട് പ്രസവം നടക്കും. ഡോക്ടർ പറഞ്ഞ എങ്ങനെയാണ്, നഴ്സിനോട് പറഞ്ഞു ഒരു ഭ്രൂണസഞ്ചി പൊട്ടിച്ചു വിടണ്ട, തനിയെ വല്ല നടന്നാൽ നടക്കട്ടെ, ഇല്ലെങ്കിൽ നാളെ സിസേറിയൻ ചെയ്യാം. തീർച്ചയായിട്ടും ഡോക്ടറുടെ വാശി വിജയിച്ചു. കാരണം അവരുടെ കൺമുമ്പിൽ അവരുടെ മുമ്പിലായിപ്പോയി എൻ്റെ ഭാര്യ. ഓട്ടോമാറ്റിക് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ വന്നു. അന്ന് പ്രസവം നടന്നില്ല. സുഖപ്രസവത്തിന്റെ വേദനയും അനുഭവിച്ചു, സിസേറിയന്റെ വേദനയും അനുഭവിച്ചു. മനഃപൂർവ്വം ഒരു ഡോക്ടർ സാധാരണ പ്രസവം, അതും 4ാമത്തെ പ്രസവം, 3ഉം സുഖപ്രസവമായിരുന്നിടത്ത് 4ാമത്തെ സിസേറിയൻ മുമ്പിൽ കണ്ട വ്യക്തിയാണ് ഞാൻ. 2ാമത്തെ കാര്യം ഇതാണ്. അപ്പൊ ഒരു ഡോക്ടറെ അധാർമികത നമുക്ക് നോക്കാം. എല്ലാ മേഖലയിലും ഉണ്ട്. ഡോക്ടേഴ്സ് ഒത്തിരി നല്ല ഡോക്ടർമാരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഭൂരിഭാഗം ഡോക്ടർമാരിലും ഈ ഒരു ബിസിനസ് താല്പര്യം വരുന്നു എന്നുള്ളത് ശരിയാണ്. 2ാമത്തത്, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ വന്ന് അവിടെ ചെക്ക് ചെയ്യും. പീഡിയാട്രീഷ്യനാണ്. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പലപ്പോഴും ഞാൻ കണ്ടത് ഈ ഡോക്ടർ പിന്നീട് ഒരിക്കലും കൊച്ചിനെ നോക്കാൻ വരില്ല. അമ്മയെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം കൊച്ചിനെ കൊണ്ട് കാണിക്കുമ്പോൾ ഡോക്ടർ പറയും കൊച്ചിന് മഞ്ഞയുണ്ട്, ഇങ്ങനെയാ പറയുന്നത്. എന്നിട്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പറഞ്ഞ് പേടിപ്പിച്ച് അഡ്മിറ്റ് ചെയ്യും. എന്നിട്ട് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് ശിശു വളരെ ദുർബല കുഞ്ഞാണ്, അതിന് വയറ്റിളക്കം തുടങ്ങും, മറ്റ് അസുഖങ്ങൾ തുടങ്ങും. ഓട്ടോമാറ്റിക്കായിട്ട് കൊച്ചിനെ കുറേ ദിവസം കൂടെ ICU പിടിച്ചിടും. ബിസിനസ്. മറ്റേ 3ാമത്തെ ഒരു മേഖല പറഞ്ഞത്, ഞാൻ അവിടെ നഴ്സിനോട്, ലേബർ റൂമിലെ നഴ്സിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, ഇവിടെ അബോർഷൻ നടക്കുന്ന രീതി, അബോർഷൻ ഇവിടെ നടക്കില്ല. പകരം എന്ത് ചെയ്യും, തലേ ദിവസം അമ്മ അച്ഛൻ അവര് ഡോക്ടറെ വീട്ടിൽ പോയി കാണും, ഡോക്ടർ ഇഞ്ചക്ഷൻ വയ്ക്കും. പിറ്റേ ദിവസം ബ്ലീഡിങ് ആവും, ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. ആ പേഷ്യന്റിനെ എന്താ പറയുന്നത്, അബോർട്ട് ചെയ്യും. അവർ DNC അല്ലെ DND ചെയ്യും. കാരണം ബ്ലീഡിംഗ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓട്ടോമാറ്റിക്കായിട്ട് അബോർഷൻ നിരോധിക്കപ്പെട്ട ആശുപത്രിക്കുള്ളിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഡോക്ടർമാർ നടത്തുന്ന ഒരു ക്രൂരതയായിട്ടാണ് ഇതെല്ലാം കൺമുമ്പിൽ നടന്ന സംഭവമാണ്. മറ്റൊന്ന്, ഞാൻ ഇടപെട്ട ഒരു കേസാണ്. മുരുകൻ എന്ന് പറയുന്ന ഒരു തമിഴ്നാട് സ്വദേശി, നമുക്കറിയാം, ഭയങ്കര വാർത്തയായിരുന്നു. ഒരു ആംബുലൻസിനുള്ളിൽ മരിച്ചു. ഈ മുരുകൻ ആക്സിഡന്റ് പറ്റിയപ്പോൾ ട്രാക്ക് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ആംബുലൻസിൽ 2 മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പ്രധാന ആശുപത്രിയിലൊക്കെ കൊണ്ടുചെന്നു. അവര് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായില്ല. കാരണം അഡ്മിറ്റ് ചെയ്താൽ ലക്ഷക്കണക്കിന് പേർക്ക് നഷ്ടം വരും. ഈ മുരുകൻ തമിഴ്നാട് സ്വദേശി, കൂടെ ബൈസ്റ്റാൻഡർ ഇല്ല, ഒന്നും ചെയ്യാനില്ല. അപ്പോഴ് ഇയാൾക്ക് സർജറി വേണ്ടി വരും, ന്യൂറോയുടെ ആവശ്യമുണ്ട്. അപ്പൊ ആ പേരൊക്കെ പറഞ്ഞ് ഇവർ ഒഴിവാക്കി തിരുവനന്തപുരത്ത് ചെന്നു, അവിടെയും പല ഹോസ്പിറ്റലിൽ ചെന്നു. അവസാനം മെഡിക്കൽ കോളേജിൽ ഒരു 3-4 ഡോക്ടർമാരുടെ പേരിൽ മാത്രം ഒരു കേസെടുത്ത് ഈ മുരുകൻ കേസ് ഒതുക്കി. അന്ന് സംസ്ഥാന സർക്കാർ എടുത്തൊരു തീരുമാനമുണ്ട്, ആദ്യത്തെ 48 മണിക്കൂർ ആശുപത്രിയിലുള്ള ചികിത്സ സൗജന്യം എന്ന് പറഞ്ഞു. ഒന്നും നടന്നില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം കാണുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ 4 സംഭവങ്ങൾ എടുത്താലും കാണുന്നത് ആശുപത്രി മാനേജ്മെന്റിന്റെയോ ഡോക്ടർമാരുടെയോ പണക്കുതിയാണ്.
നല്ല ഡോക്ടർമാരെ ഒഴിവാക്കിക്കൊണ്ട് പറയട്ടെ, ഇതിന് അടിമപ്പെട്ട ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട്. അതിന്റെ കൂട്ടത്തിൽ കൂട്ടാവുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ നടന്നത്. ശരി, നമുക്ക് നൊന്തു, കേരള മലയാളിക്ക് നൊന്തു. ഈ പറയുന്ന മറ്റ് 4 മേഖലയിലും ആരും അങ്ങനെ വലിയ നോവൊന്നും അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ധാർമ്മികത ചർച്ച ചെയ്യപ്പെട്ടില്ല. പക്ഷെ ഇവിടെ നമുക്ക് നൊന്തു. കാരണം ഒരിക്കലും എനിക്ക് തോന്നുന്നു കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് ഒരു അമിതമായ മരുന്ന്, അതായത് വെന്റിലേറ്റർ പോലുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഉപയോഗിക്കാൻ നിർബന്ധമില്ല. അതായത് ഒരു രോഗി ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു അവയവം മാറ്റി വെച്ചതിന്റെ പേരിൽ ആ രോഗി ജീവിതകാലം മൊത്തം ജീവിച്ചിരിക്കുന്നു. ഒരു എക്സാമ്പിളൂടെ പറയാം. നമ്മുടെ എറണാകുളത്ത് നടന്നൊരു സംഭവമാണ്. ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ പത്രങ്ങളിലൊക്കെ വന്നതാണ്, അദ്ദേഹത്തിന് 15% ഹാർട്ട് ഉള്ളൂ. 20 കൊല്ലം ആ ഹാർട്ടും വെച്ച് അദ്ദേഹം ജീവിച്ചു. ഡോക്ടർ ചെന്നപ്പോൾ ഭാര്യയോട് പറഞ്ഞു, ഒരു കാര്യം ഹാർട്ട് നമുക്ക് മാറ്റിവെക്കാം, കുറച്ചാളോട് ജീവിച്ചേക്കും. ഇപ്പോൾ ഭാര്യ ഇത്രയും പറഞ്ഞോളൂ, എന്റെ ഭർത്താവിന് താല്പര്യമില്ല, കാരണം 15% ഹാർട്ട് വെച്ച് ജീവിച്ചെങ്കിൽ ഇനിയും ഞാൻ 15% ഹാർട്ട് വെച്ച് ജീവിക്കുന്നവരെ തമ്പുരാൻ ആഗ്രഹിക്കുന്നു, അതുവരെ ഞാൻ ജീവിക്കും എന്നാണ് പറഞ്ഞത്. ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ച അദ്ദേഹം പിന്നെയും 10 കൊല്ലം ജീവിച്ചു. ഇതൊരു അവസ്ഥയും പറഞ്ഞതാ. കാരണം വൈദ്യശാസ്ത്രം സാധാരണക്കാരന്റെ അജ്ഞതയെ മുതലെടുത്ത്, അല്ലെങ്കിൽ അവന്റെ ഭയത്തെ മുതലെടുത്ത് അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇവിടെ ധാർമ്മികത നഷ്ടപ്പെടുന്നത്, ഇവിടെ അധാർമികത ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ എതിർക്കപ്പെടേണ്ടതാണ്. ഞാൻ ഈ സംഭവങ്ങൾ അറിഞ്ഞ നിമിഷം മുതൽ നമുക്ക് ഫേസ്ബുക്കിൽ എതിർക്കുന്നതിനൊക്കെ പരിമിതിയുണ്ട്. കാരണം എനിക്കറിയാം, പലരും ലൈക്ക് ചെയ്യാൻ പോലും മടിക്കുന്നു, കമന്റ് ചെയ്യാൻ മടിക്കുന്നു. ഭയമാണ്. കാരണം ഈ ആശുപത്രിയുടെ മാനേജ്മെന്റ് അത്രയും ശക്തരാണ്. കേരളത്തില് അത്ര ശക്തരായ ആശുപത്രി മാനേജ്മെന്റ് ഉള്ളത് കൊണ്ടാണ് മുരുകൻ കേസിൽ പ്രൈവറ്റ് ആശുപത്രികളെ ഒന്നും തൊടാൻ പറ്റാതെ പോയതോ. ഇവിടെ ശക്തമായ സർക്കാരാണെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് തൊടാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇതിന്റെ പുറകിലുള്ള സാമ്പത്തികം, ഇതിന്റെ പുറകിലുള്ള മതം, ഇതിന്റെ പുറകിലുള്ള പ്രവർത്തനം, ഇതൊക്കെ പരിശോധിച്ചിട്ട് വേണം ധാർമ്മികതയിലേക്ക് വരാൻ. ധാർമ്മികമായിട്ട് ഇവിടെ നടന്നത് മൊത്തം തെറ്റാണ് നമുക്കറിയാം. ഇത് അധാർമികതയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഒരു കോമൺ സെൻസ് ഉള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. പക്ഷെ ആ ധാർമ്മികതയെ നഷ്ടപ്പെടുത്തുന്നത് എന്താണ്? അത് പണമാണോ? അതോ മതമാണോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കുള്ള എന്താ പറയുന്ന വോട്ട് ബാങ്ക് ആണോ? ഇതൊക്കെ ഒന്ന് പരിശോധിക്കപ്പെടുകയും അതിനനുസരിച്ചൊരു ചർച്ച സഭയ്ക്കകത്ത് പോലും അവയവങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച വന്നിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. ഈ അവയവങ്ങൾ ദാനം ചെയ്യുന്നത് സംബന്ധിച്ചുള്ള വലിയൊരു ചർച്ച ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. ഇതിന്റെ ധാർമ്മികതയെ കുറിച്ചുള്ള ഒരു ചർച്ച വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ സഭയുടെ പഠനങ്ങളിലേക്ക് ഇത് വരണം. കാരണം ലോകത്ത് ധാർമ്മികതയ്ക്കുള്ള അളവുകോൽ കുറിച്ചിട്ടുള്ള ഏക സമൂഹം അത് കത്തോലിക്ക സഭയാണ്, മറ്റാർക്കും ഇല്ല. അപ്പൊ നമ്മൾ ഇതിലേക്ക് വരണം, നമ്മൾ ചിന്തിക്കണം. ഷെക്കിന TV എടുത്ത ഈ ഒരു ഉദ്യമത്തെ തന്നെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഇതൊരു വലിയൊരു സംരംഭമാണ്. ഇത് ആരും എടുക്കാൻ മടിക്കുന്നത്. ഇന്ന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒരു മാധ്യമം ഒഴിച്ച് ബാക്കി ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് ഷെക്കിന TV ഇത്രയും വലിയൊരു ചർച്ച എടുത്തുകൊണ്ട് പോകുന്നു, ഇതിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന 2 വ്യക്തികൾ എന്നോടൊപ്പം ചർച്ചയ്ക്കിരിക്കുന്നവരാ. എനിക്ക് അവർ 2 പേരെയും, കെവിൻ പീറ്റർ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, നേരിട്ട് ഇങ്ങനെ കാണുന്നത്. മറ്റേ ഡോക്ടർ രജു എന്റെ ഏറ്റവും ഒരു സ്വന്തം അനുജനെ പോലെയാണ്. അപ്പൊ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അറിഞ്ഞുകൊണ്ട് പറയുക. അതുകൊണ്ട് ഡോക്ടർ രജുവിന്റെ മുൻനിർത്തിയിട്ട് പറയുകയാണ്, ഡോക്ടർമാരുടെ സമൂഹം പണത്തിന് വേണ്ടി തിരിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങൾക്ക് അടിമപ്പെട്ടപ്പോൾ ഇവിടെ അധാർമികത ഏറ്റവും കൂടുതൽ ഉണ്ടായി. ഒരു കാര്യം, ഒരു രാജ്യത്തിന്റെ ധാർമ്മികതയെ നിലനിർത്തുന്നതിൽ പ്രധാന പങ്കുള്ള 2 വിഭാഗമാണ് അധ്യാപകരും ഡോക്ടർമാരും. അതിൽ ഈ ഡോക്ടർമാരുടെയും അതിന്റെ മാനേജ്മെന്റ് ലോബിയുടെയും പ്രവർത്തനങ്ങൾ അധാർമികമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന അവയവ കച്ചവടം അതിന്റെ മറ്റൊരു വശമാണ്. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞതോ നേരത്തെ ഇപ്പൊ എഴുതി കാണിക്കുന്ന പോലെ പുറത്തു വന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമായിരിക്കാം. ഇതിന്റെ പുറകിലോട്ടൊന്നും ഈ കേരളത്തിൽ ആരും പോകില്ല, ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇതുവരെ കേരളം അങ്ങനെയായിരുന്നു. ഇവിടെ നടന്ന ഒരു കാര്യങ്ങളും ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ആദ്യം പത്രങ്ങളിൽ വരും, അല്ലെങ്കിൽ ചാനലിൽ വരും, അതോടെ തീർന്നു. അതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ ചർച്ച കൊണ്ട് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചർച്ചയ്ക്ക് ബലമുണ്ടാകും. അതുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും മറ്റ് ക്വസ്റ്റ്യനിലേക്ക് അവർ പോകുന്നുണ്ട്. ഞാൻ ഇത്രയും പറയുന്നു, ധാർമ്മികമായിട്ട് അവയവ കച്ചവടം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല, അതിനെ എതിർക്കപ്പെടേണ്ടതാണ്. അത് മാത്രമല്ല, അതിന്റെ പുറകിലുള്ള ചതിക്കുഴികൾ അത് വീണ്ടും ചർച്ചയിൽ വരുമെന്ന് ഞാൻ കരുതുന്നു. നിശ്ചയമായും. ശ്രീ ഡോക്ടർ രജു വർഗീസ്, ഈ ജോർജ് സേവ്യർ പറഞ്ഞതുപോലെ അദ്ദേഹം ആരോപിച്ച ചില കാര്യങ്ങൾ അത് വാസ്തവമാണോ? അങ്ങനെ വാസ്തവമാണെങ്കിൽ അത് ഈ മെഡിക്കൽ എത്തിക്സിന് ചേർന്നതാണോ? അങ്ങയുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ കത്തോലിക്ക സഭ മുറുകെ പിടിക്കുന്ന പല കാര്യങ്ങളുമാണ് മെഡിക്കൽ എത്തിക്സിന്റെ അടിസ്ഥാനം. ഈവൻ ഞങ്ങളുടെ മെഡിസിൻ ടെക്സ്റ്റ് ബുക്ക്, ഹാരിസൺ ടെക്സ്റ്റ് ബുക്ക് ഓഫ് മെഡിസിൻ,
അതുപോലെ ഞങ്ങളുടെ പീഡിയാട്രിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് നെൽസൺ ടെക്സ്റ്റ് ബുക്ക് ഓഫ് പീഡിയാട്രിക്സ്, ഇതിലൊക്കെ മെഡിക്കൽ എത്തിക്സിന്റെ ചാപ്റ്റർ ഉണ്ട്. അതൊക്കെ എത്രമാത്രം മെഡിക്കൽ സ്റ്റുഡൻസ് വായിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതിലൊക്കെ പറയുന്ന മെഡിക്കൽ എത്തിക്സിന്റെ അടിസ്ഥാനം കത്തോലിക്ക സഭയുടെ പ്രബോധനമാണ്. അത് ദൈവം ദൈവത്തിന്റെ പേര് പറയുന്നില്ലെങ്കിലും മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഡിഗ്നിറ്റി ഉണ്ട്, ഒരു മാഹാത്മ്യമുണ്ട്. ഇറ്റ് ഈസ് ദ ഹ്യൂമൻ ഡിഗ്നിറ്റി കൺഫേർഡ് ബൈ ഗോഡ് അപ്പോൺ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. അപ്പൊ ആ ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന മഹത്വമാണ്, മഹിമയാണ്, വിലയാണ് ഓരോ മനുഷ്യനെയും വിലയുള്ളവനായിട്ട് കാണുവാനായിട്ട് ഒരു ഡോക്ടറിനെ അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ പോലെയുള്ള ആരോഗ്യ പ്രവർത്തകരെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇപ്പൊ ഇവിടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം കടന്നു വരുന്നത്, ദൈവത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവർ, ദൈവത്തെ അറിയാത്തവർ ഒരുപക്ഷെ മനുഷ്യനെ ഒരു ഉപഭോഗ വസ്തുവായി കാണുവാനായിട്ട്, ഒരു ഒബ്ജക്റ്റായിട്ട് തരം താഴ്ത്തപ്പെടുവാനായിട്ട് ഇടയാകുന്ന ധാരാളം അവസരങ്ങളുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ വാർത്തകളിലൂടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ബോധപൂർവമാണ് അത് ചെയ്തിട്ടുള്ളെങ്കിൽ അത് തികച്ചും അപലപനീയമാണ്. അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ, മെഡിക്കൽ സ്റ്റുഡൻസ് ഇപ്പൊ സിലബസ് ഒക്കെ പരിഷ്കരിച്ചതായിട്ടൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. എത്രമാത്രം ഈ ഹ്യൂമൻ ഡിഗ്നിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ മെഡിക്കൽ എത്തിക്സിനെ കുറിച്ച്, എറ്റിക്വറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ സംവാദം, ഡയലോഗ്, ഇതൊക്കെ എത്രമാത്രം പരിശീലനം നമുക്ക് നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട് എന്നത് വളരെ ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. പലപ്പോഴും ബുദ്ധി കൊണ്ട്, അറിവുകൊണ്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ അറിയാമായിരിക്കും. പക്ഷേ മനുഷ്യനോട് സംസാരിക്കാൻ, പെരുമാറാൻ, സ്നേഹിക്കാൻ, കരുണ കാണിക്കാൻ അറിയാത്ത കുറച്ചു പേരെങ്കിലും മെഡിക്കൽ സ്കൂളുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അത് തന്നെ ഈ ഒരു രംഗത്തെ അധാർമികതയ്ക്ക്, മൂല്യച്യുതിക്ക് കാരണമാകും എന്നതിനെ കുറിച്ച് ഒരു സംശയവുമില്ല. അതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ആരോപിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ന്യൂറോ സർജറി ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് ആ പേഷ്യന്റിന്, ആ ഒരു 19 വയസ്സുകാരന് ലഭിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ കേരളത്തിന്റെ ഒരു ICU കെയറും മറ്റ് സിറ്റീസിലെ, ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റീസിലെ ICU കെയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ പല സ്ഥാപനങ്ങളും ആശുപത്രികളും ഇപ്പോഴും ഈ ICU കെയറിൽ വളരെ പുറകിലാന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. കോവിഡിന് തൊട്ട് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഒരു 3-4 വർഷം മുമ്പ് എൻ്റെ ഒരു റിലേറ്റീവ് എറണാകുളത്ത് ഒരു പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ് 2-3 ദിവസം ഇവിടെ അഡ്മിറ്റ് ആയിട്ട്. ഞാൻ എറണാകുളത്ത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത്, POCയിൽ പ്രോഗ്രാം കഴിഞ്ഞ്, അപ്പൊ എറണാകുളത്ത് ആയതുകൊണ്ട് ഈ രോഗിയെ കാണാൻ ചെല്ലാണ്. ഏകദേശം രാത്രി 8 മണി 9 മണി. ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ പേഷ്യന്റെ അടുത്തേക്ക് എന്നെ കടത്തി വിട്ടു. ഞാൻ ഈ ICUയിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, പേഷ്യന്റ് അവിടെ വെന്റിലേറ്റർ കിടക്കുന്നുണ്ട്, ഹാർട്ട് റേറ്റ് 0 ആണ്. അതായത് പേഷ്യന്റ് മരിച്ചിട്ട് എത്രയോ സമയമായിട്ടുണ്ട്. പക്ഷേ ബൈസ്റ്റാൻഡേഴ്സിനെ ഇൻഫോം ചെയ്തിട്ടില്ല, ഡെത്ത് ഡിക്ലെയർ ചെയ്യൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പോയതിന് ശേഷം ഞാൻ റിലേറ്റീവ്സിനെ വിളിച്ചൊന്നും പറഞ്ഞില്ല. എനിക്കറിയാം സ്വാഭാവികമായിട്ടും ഇവര് ഡെത്ത് ഡിക്ലെയർ ചെയ്യുന്ന എനിക്കറിയാം, കാരണം ഞാൻ കണ്ടല്ലോ പേഷ്യന്റിന് ഹാർട്ട് റേറ്റ് 0 ആയിരിക്കുന്നത്. അപ്പൊ ICU കെയർ വളരെ പരിതാപകരമാണ്. പ്രത്യേകിച്ച് പഴയ നമ്മുടെ പല ഹോസ്പിറ്റലുകളിലും ICU കെയർ, ഞാൻ ബാംഗ്ലൂർ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ എൻ്റെ പീഡിയാട്രിക്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തതാണ്. അപ്പൊ ആ ബാംഗ്ലൂരും കേരളമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു 10 വർഷം പുറകിലാണ്. ഒരു ICU, പ്രത്യേകിച്ച് വെന്റിലേറ്റർ ഉള്ള ഒരു പേഷ്യന്റിനെ മാനേജ് ചെയ്യണമെങ്കിൽ, ഞങ്ങളൊക്കെ അങ്ങനെ പരിശീലിപ്പിക്കപ്പെട്ടവരാണ്, നമ്മൾ ഫുൾ ടൈം പേഷ്യന്റിന്റെ കൂടെ ഒരു റെസിഡന്റ് ഡോക്ടർ അവിടെ ഉണ്ടാവണം. അങ്ങനെ വേണം ഒരു ICUവിനകത്ത്, പ്രത്യേകിച്ച് വെന്റിലേറ്റർ പേഷ്യന്റിനെ മാനേജ് ചെയ്യാൻ. ഓഫ് കോഴ്സ് സിസ്റ്റർമാരെന്തായാലും വേണം, പക്ഷെ ഒരു ഡോക്ടർ ആ രോഗിയുടെ 7 എഴുത്ത് പോലും ഡോക്ടർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പേഷ്യന്റിനെ വെന്റിലേറ്റർ കണക്ട് ചെയ്ത് ഡോക്ടർ പോയി. ഒരു പക്ഷെ ഡെത്ത് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഡോക്ടർ അവിടെ വരുന്നത്. അപ്പൊ ICU കെയറിന്റെ കാര്യത്തിൽ നമ്മൾ ഇനിയും ഒത്തിരി വളരേണ്ടിയിരിക്കുന്നു. ആ ഒരു മേഖലയിലെ അധാർമികത പരിഹരിക്കുവാനായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇനി ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട്. ഈ അവയവങ്ങളൊന്നും എടുക്കാൻ സാധ്യതയില്ലാത്ത ചില ആശുപത്രികളിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ വെന്റിലേറ്ററിൽ ചിലപ്പോൾ 1-2 ദിവസം കൂടെ വെച്ച് താമസിപ്പിക്കുന്നു എന്നുള്ള ഒരു ആരോപണമൊക്കെ കേട്ടിട്ടുള്ളത് ശരിയാണോ? അങ്ങനെയുള്ള വാർത്തകൾ ഞാനും കേട്ടിട്ടുണ്ട്. പലരും വിചാരിക്കുന്നുണ്ട് അത് ഞാനൊരു പീഡിയാട്രിഷ്യനാണ്. പീഡിയാട്രിക്സും അഡൽട്സും തമ്മിലുള്ള മാനേജ്മെന്റ് വലിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ ബാംഗ്ലൂർ സെന്റ് ജോൺസിൽ പഠിക്കുന്ന സമയത്ത് ധാരാളം കുട്ടികൾ, ഒരിക്കലും
നോർമൽ ലൈഫിലേക്ക് വരില്ല എന്ന് പറയാം. എനിക്ക് പേരെടുത്ത് പറഞ്ഞ് അവരെ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. അത്രയും 2 വർഷം നമ്മൾ അത്രയും അവിടെ ജീവിച്ചതാണ്. ഒരു പയ്യനെ ഞാനിപ്പോ ഇന്ന് രാവിലെ തന്നെ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് ഒരു 14 വയസ്സുള്ള ഒരു പയ്യനാണ്. ആന്ധ്രക്കാരൻ ഒരു പയ്യനാണ്. ജപ്പാൻ ജ്വരമായിട്ട്, ജാപ്പനീസ് എൻകഫലൈറ്റിസ് ആയിട്ട് ഞങ്ങള് കോമയിൽ വന്ന് ഞങ്ങൾ വെന്റിലേറ്റ് ചെയ്ത കുട്ടി. 3 ആഴ്ചയോളം, അവൻ 2 ആഴ്ചയോളം കോമയിൽ തന്നെയായിരുന്നു. 2 ആഴ്ചയപ്പോൾ അവൻ പതുക്കെ റിക്കവർ ചെയ്തു. അപ്പൊ ഈ കോമയിൽ കിടക്കുന്ന പേഷ്യന്റ് റിക്കവർ ചെയ്യോ ഇല്ല എന്നുള്ളത് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി. അപ്പൊ നമ്മൾ ചാടി കയറിയിട്ട് ഒരു ഓർഗൻ റിട്രവലിനൊക്കെ നമുക്ക് പോകുമ്പോൾ പലപ്പോഴും കാരണം അറിയാത്ത കേസുകളിൽ പലപ്പോഴും നമുക്ക് അബദ്ധം പറ്റാനായിട്ട് സാധ്യതയുണ്ട്. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവൻ ഡിസ്ചാർജ് ചെയ്തു. ഇവൻ വീട്ടിലേക്ക് പോകുന്നത് വീൽ ചെയറിലാണ്. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോഴും ഇവൻ പീഡിയാട്രിക് ഒപിയിൽ എന്നെ കാണാനായിട്ട് വന്നു, നടന്ന് പീഡിയാട്രിക് ഒപിയിൽ വന്നു. അപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ്. പക്ഷേ ഇത് പീഡിയാട്രിക്സും അഡൾട്ട്സും തമ്മിൽ വ്യത്യാസമുണ്ട്. മുതിർന്ന ആളുകളെ, പ്രത്യേകിച്ച് പ്രായമായ ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് ഒത്തിരി കോമോർബിഡ് കണ്ടീഷൻസ് ഉണ്ടാവും. ഡയബറ്റീസ് ഉണ്ടാവും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. ചിലപ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ളവർക്ക്, റിസ്ക് ഫാക്ടേഴ്സ് ഒത്തിരി ഉള്ളവർക്ക് അത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും എന്ത് തന്നെയായാലും വെന്റിലേറ്റർ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തന്നെയാണ് എൻ്റെ ഒരു ജീവിതാനുഭവം എനിക്ക് പറയാനുള്ളത്. അത് ഒരിക്കലും പൈസ ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യനെ ഉപഭോഗവസ്തുവായി കണ്ടുകൊണ്ട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ അത് അങ്ങനെ ഒരു പ്രവണത തീർച്ചയായിട്ടും നമ്മൾ അവസാനിപ്പിക്കേണ്ടതാണ്. ശ്രീ കെവിൻ പീറ്റർ, ഈ അവയവ മാഫിയ എന്ന് പറയുന്ന ഒരു ബിസിനസ് അതൊരു യാഥാർത്ഥ്യമാണോ? യാഥാർത്ഥ്യമാണെങ്കിൽ ഇവിടെ അത് എത്രത്തോളം നമ്മുടെ ആരോഗ്യ മേഖലയിൽ ആഴത്തിൽ അത് വേരോടിയിട്ടുണ്ട്? കേൾക്കാമോ ഞാൻ പറയുന്നു? കേൾക്കാം. ഓക്കെ. ശരിക്കും ദൈവിക വേല പോലെ തന്നെ നമ്മളുടെ മിഷണറിമാർ നമ്മുടെ ഈ ഭാരതത്തിൽ കടന്നു വരുന്ന കാലത്ത്, അല്ലെങ്കിൽ ലോകത്ത് എവിടെയൊക്കെ മിഷണറിമാർ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവിക വേലയ്ക്ക് തത്തുല്യമായ 2 കാര്യങ്ങളായിരുന്നു വിദ്യാഭ്യാസ രംഗം, ഒന്ന് ആതുര സേവനം. ഇതിൽ 2നെയും ദൈവിക വേലയായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അതൊരു ബിസിനസ് ആയിട്ട് മാറിയിരിക്കുന്നു. അതൊരു കൊള്ളലാഭം എടുക്കുന്ന ഒരു വൻ ബിസിനസ്സിലേക്ക് എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ചർച്ച സംഘടിപ്പിച്ച ഷക്കീന ടെലിവിഷനും ഒപ്പം തന്റെ നല്ലൊരു കാലം സധൈര്യം പോരാടി ഈ വിവരം ലോകത്തിന് മുന്നിൽ എത്തിച്ച ഡോക്ടർ ഗണപതിക്കും ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. ഈ താങ്കളെ ചോദിച്ച ചോദ്യം ഇതുണ്ടോ? ഇത് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത്. ഇതിൽ പരം വലിയ തെളിവ് എന്താണ് വേണ്ടത്? ഇവിടെ നിർണയം എന്ന് പറയുന്ന മോഹൻലാലിന്റെ ഒരു സിനിമ, അതിൽ നമ്മളെല്ലാം കണ്ടതാണ് വൈദികന്റെ വൃക്ക എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ആ ഒരു ചിത്രം വന്ന് കണ്ടപ്പോൾ അതൊരു ഒരു കഥാകാരന്റെ ഭാവനാ സൃഷ്ടി എന്നുള്ളതാണ് നാം കണ്ടത്. അതിനുശേഷം ജോസഫ് എന്ന് പറയുന്ന സിനിമയിൽ ഒന്നും കൂടെ വളരെ കൃത്യമായി അതിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച് നമ്മെ കാട്ടിത്തന്നപ്പോൾ ആ സിനിമയെ IMA വരെ എതിർത്തു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഒരു മെഡിക്കൽ സംഘടന എതിർക്കേണ്ട ആവശ്യം? അപ്പോ സാധാരണക്കാരനെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു മാധ്യമമാണ് സിനിമ എന്ന് പറയുന്നത്. അവനെ പെട്ടെന്ന് അത് കീഴടക്കും, പെട്ടെന്ന് ബോധവൽക്കരിക്കും, പെട്ടെന്ന് മാറ്റമുണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു സിനിമ വരുമ്പോൾ തുടർന്ന് ഇത്തരം ഹോസ്പിറ്റലുകളിൽ ചെല്ലുന്ന അല്ലെങ്കിൽ ഇതേപോലുള്ള സിറ്റുവേഷനുകളിൽ സംശയം ജനിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് IMA അത്തരത്തിലൊരു എതിർപ്പുമായി ആ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നത് എന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾക്ക് മനസ്സിലാക്കും. ഡോക്ടർ ഗണപതി ചിലപ്പോൾ ഇനി സംഖ്യയായിട്ട് ചാപ്പയടിക്കപ്പെടാം. പക്ഷെ അദ്ദേഹത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഈ അടുത്ത ദിവസങ്ങളിലാണ് അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞത്. കൂടുതൽ തിരക്കി അറിയാൻ ശ്രമിച്ചപ്പോഴും അദ്ദേഹം ഈ പറയുന്ന ഗണത്തിലൊന്നും പെട്ടതല്ല. ഇപ്പോൾ നമ്മളുടെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ എത്തിക്സ് അത് കൈവിട്ടിട്ടില്ലാത്ത, കൈമോശം വന്നിട്ടില്ലാത്ത അപൂർവം ചില ഡോക്ടർമാരിൽ ഒരാളാണ്. ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്കിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾ പോലും, ക്രൈസ്തവ ഹോസ്പിറ്റലുകൾ പോലും ഉൾപ്പെട്ടിട്ടുണ്ട്. അത് അറിഞ്ഞുകൊണ്ടല്ല, അവിടെയും ഇത്തരക്കാർ കടന്നുകൂടിയിട്ടുണ്ട്. ആതുര സേവനം എന്നുള്ള ലക്ഷ്യം വെച്ച് രോഗികളെ ശുശ്രൂഷിക്കുക, അതൊരു സേവനമായി കണ്ടുകൊണ്ട് ഈ രംഗത്തേക്ക് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാർ വെറും 10% മാത്രമാണ്. അവരെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ
മുതൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മെഡിക്കൽ കോളേജിന് അടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഇവർ ഈ വാർഡിലൂടെ എല്ലാം തേരാപ്പാര നടന്ന് രോഗികളുടെ അടുത്ത് പോയി നിന്ന്, അല്ലെങ്കിൽ രോഗികളെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം കീശയിൽ ഇടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വസ്ത്രം ഇവർ മാറ്റാതെ ഇന്ത്യൻ കോഫി ഹൗസിൽ ഈ ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കൂടെ നിരം നമ്മുടെ അടുത്ത് വന്നിരുന്ന് ഭക്ഷണം കഴിക്കും. ഒരു അല്പമെങ്കിലും ബോധം ഉണ്ടെങ്കിൽ അത് ചെയ്യുമോ? അപ്പോൾ എന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്? ആ മെഡിക്കൽ കോളേജിന് അവിടെ നിന്നും വളരെ ദൂരെയുള്ള സ്ഥലത്ത് ബസ് ഇറങ്ങി അവരുടെ ഹോസ്റ്റലിലേക്ക് പോകേണ്ടി വരുന്ന സ്ഥലത്ത് പോലും ഈ ബസ്സിലും, അല്ലെങ്കിൽ ഈ ബസ് ഇറങ്ങി ഇവർ ഹോസ്റ്റലിലേക്ക് നടക്കുമ്പോൾ പോലും ഇവരുടെ കോട്ട് മാറ്റാറില്ല. എല്ലാവരുടെയും കാര്യമല്ല, ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഈ ചൂടിനും ഈ വിയർത്തൊലിക്കുമ്പോൾ പോലും ഷർട്ട് അതിനുമേൽ ഈ ഒരു കട്ടിയുള്ള കോട്ടും ഇട്ടുകൊണ്ട് ഇവർ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവരെ മറ്റുള്ളവർ ശ്രദ്ധിക്കണം. കോഫി ഹൗസിൽ ഇരിക്കുമ്പോൾ, ബസ്സിൽ കയറുമ്പോൾ, നടന്നു പോകുമ്പോൾ ഇവരെ ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ വസ്ത്രം അണിയുന്നത്. അപ്പോൾ ഇത്തരം പേരെടുക്കാൻ, എന്റെ മകൾ ഡോക്ടറാണ്, ഞാൻ ഡോക്ടറിന് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറാണ് എന്ന് പറഞ്ഞ് ഒരു മേന്മ ഉണ്ടാക്കാൻ, കുടുംബത്തിനൊരു മേന്മ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ സ്വയം ഒരു പ്രൊഫഷണലായി മാറാൻ വേണ്ടി വന്ന് കയറിയിരിക്കുന്നവരുണ്ട്. എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്, ഭൂരിഭാഗവും എത്തിക്സ് ഉള്ളവരായിരിക്കാം. പക്ഷെ ഇത്തരം ആൾക്കാർ ഉണ്ട്. അപ്പോൾ ഇവരാണ് ഇതിനെ ഒരു കച്ചവടമായിട്ട് മാറ്റിയിരിക്കുന്നത്. അതിന് ഇത്തരം ആൾക്കാർ ഇതൊരു വ്യവസായമായി കാണുന്ന, ബിസിനസ്സായി കാണുന്ന, ഒരു കൊള്ളലാഭം എടുക്കാവുന്ന ഒരു ബിസിനസ്സായി കാണുന്ന ഒരു ഹോസ്പിറ്റലുകളിലേക്ക് ഇത്തരം ഡോക്ടർമാർ എത്തിപ്പെടുമ്പോൾ അവർ ഇതിന്റെ ഭാഗമായിട്ട് 100% മാറും. അവർക്ക് പാവങ്ങളെ ശുശ്രൂഷിക്കുകയോ അതൊരു സേവനമായി കണ്ട ഒരു പുണ്യമായി കാണുകയൊന്നും അല്ല ലക്ഷ്യം. അവർക്ക് പണം, അതാണ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും വലിയ ഹോസ്പിറ്റൽ കെട്ടിവരുന്നത്. ഇത്തരം ആളുകൾ ക്രിസ്ത്യൻ ഹിന്ദു സ്ഥാപനങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ ഉൾപ്പെടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് അവിടുത്തെ മാനേജ്മെന്റ് അറിഞ്ഞുകൊണ്ടോ സഹപ്രവർത്തകരായിട്ടുള്ള നല്ല ഡോക്ടർമാർ അറിഞ്ഞുകൊണ്ടോ അല്ല. പക്ഷെ ഇവരവിടെ ഉണ്ട്, ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ ചേർത്തിണക്കി നിർത്തുന്ന ഒരു കേന്ദ്രീകൃത നേതൃത്വമുണ്ട്. ആ നേതൃത്വമാണ് ഇവിടെ, ഫോർ എക്സാമ്പിൾ, ഇവിടെ എറണാകുളത്ത് ഈ പറയുന്ന ആരോപണം നേരിട്ട ഹോസ്പിറ്റലിന്റെ കുറച്ചകലെയുള്ള ഒരു സാധാരണ ഹോസ്പിറ്റലിൽ എത്തുന്ന, അവിടെ ഇത്തരത്തിലൊരു ഡോക്ടർ ഉണ്ടെങ്കിൽ അയാൾ അവിടെ എത്തുന്നത് മാച്ച്ഡ് ആയിട്ടുള്ള ഒരു അവയവം, ഇവരുടെ നെറ്റ്വർക്കിൽ ഇന്ന സാധനം ചെക്ക് ചെയ്യുമ്പോൾ തന്നെ വന്നു, ഒരു രോഗി ഇത്തരം അവസ്ഥയിൽ വന്നു, വേണമെങ്കിൽ രക്ഷപ്പെടുത്താം, വേണമെങ്കിൽ കൊല്ലാം, അവന്റെ സാധനം ഇന്ന ഗ്രൂപ്പിൽ പെട്ടതാണ്, ഇത് നമ്മൾക്ക് ആവശ്യമുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നത് ഹോസ്പിറ്റലിൽ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഡോക്ടറെ വേണമെങ്കിൽ ഈ രോഗിയെ ആ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാം. എന്താ ചെയ്തുകൂടാത്തത്? അത് ക്രിസ്ത്യൻ ഹോസ്പിറ്റലായിരിക്കും, അറിഞ്ഞുകൊണ്ടല്ല, ക്രിസ്ത്യൻ മാനേജ്മെന്റ് അറിഞ്ഞുകൊണ്ടല്ല. ഇപ്പൊ ഇദ്ദേഹത്തെ പോലുള്ള നമ്മുടെ നല്ല ഡോക്ടർമാര്, മെഡിക്കൽ എത്തിക്സുള്ള ഇവരൊന്നും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. പക്ഷെ അവിടെ ഇവരുടെ ആളുകൾ ഉണ്ട്. ഞാൻ വിളിച്ചു പറയും, അല്ലെ അവിടെയാണ് നല്ലതെന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, മകന്റെ അല്ലെ മകളുടെ അല്ലെങ്കിൽ അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിനിടയിൽ ഇത് അവിടേക്ക് തന്നെ കൊണ്ടുപോകും. അവിടെ എന്താ സംഭവിക്കുന്നത്? ഡോക്ടർ ഗണപതി പറഞ്ഞത് തന്നെ, അദ്ദേഹത്തിന്റെ പോരാട്ടത്തിൽ അദ്ദേഹം ഒന്നിനും വേണ്ടിയല്ല, അദ്ദേഹത്തെ മുഖ്യധാര മാധ്യമങ്ങൾ അല്ലെങ്കിൽ പൊതുജനം അറിയുന്നത് തന്നെ ഇപ്പോഴാണ്. അദ്ദേഹത്തിന്റെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെയാണ് ഈ ഒരു മാഫിയ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തെളിഞ്ഞത്. അപ്പോ ഇതിവിടെ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരം വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പല ഡേറ്റകൾ നമ്മൾ, ഇപ്പൊ ഞാൻ വിവരാവകാശം വെച്ചിട്ടുണ്ട്, ഇത് സംബന്ധിക്കുന്ന കാര്യങ്ങൾക്കായിട്ടൊരു വിവരാവകാശം 2 ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ ഞാൻ തപ്പിയെടുത്ത വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ, പലതിനെ കൂട്ടിയിണക്കി നോക്കുമ്പോൾ ഡോക്ടർ ഗണപതി പറഞ്ഞത് ശരിയാണ്. കാരണം ഈ വിദേശത്തുനിന്ന് വരുന്ന ഒരു അറബി ആവട്ടെ, ഒരു ഫിലിപ്പൈനി ആവട്ടെ, മറ്റെവിടുന്നെങ്കിലും വരുന്നതാവട്ടെ, അവന്റെ നാട്ടിൽ വളരെ വില കൂടിയ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഒത്തിരി ചാർജ് സംഭവം മാറ്റിവെക്കുന്നതിന്. ഇവിടെ വരുമ്പോൾ അവന്റെ തുകയും വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഉയർന്ന തുക എന്ന് പറയുന്നത് അവന് നിസ്സാരമാണ്. അപ്പോൾ ഇവിടെ അവന്റെ ശരീരത്തിൽ 60 കഴിഞ്ഞ വൃദ്ധന്റെ അവയവമാണോ വേണ്ടത്? അല്ല. 40 കഴിഞ്ഞ നമ്മളെപ്പോലുള്ളവരുടെ അവയവമാണോ വേണ്ട? ചെറുപ്പക്കാരന്റെ അവയവമാണ് വേണ്ടത്. അതാണ് കൂടുതൽ ലാസ്റ്റ് ചെയ്യുക, അതാണ് അവന് കൂടുതൽ ആയുസ് ലഭിക്കുക എന്നുള്ളത് അവന്റെ വിശ്വാസം. അവിടെ വിലപേശുകയാണ്, ഇത്ര വയസ്സുകാരന്റെ സാധനമാണ്, ഇത്ര കോടി വേണം, എന്താ മേടിച്ചൂടെ? അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളിൽ ഗണപതി പറഞ്ഞത് വെച്ച് നോക്കിയാൽ ഇവിടെ ഇവിടെ വന്നിട്ട് രക്ഷിക്കാമായിരുന്നിട്ടും ഒരുപക്ഷെ ഇത് മരണത്തിലേക്ക് അവരെ തള്ളിവിട്ടുകൊണ്ട് ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം വന്ന് പെട്ടിരിക്കുന്നത് ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാരുടെ അവയവങ്ങളായിരിക്കണം പോയിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇനി നോക്കിയും കണ്ടും വേണം ഇത്ര അവയവദാനത്തിന് വേണ്ടിയിട്ട് ചാടിക്കേറി സർട്ടിഫിക്കറ്റിൽ ഒപ്പിടുന്നെങ്കിൽ പോലും രണ്ടാമതൊന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇവിടെ ഇത് നടക്കുന്നില്ല. ഡോക്ടർ ഗണപതി പറഞ്ഞത് ഒരു പ്രത്യേക മതവിഭാഗത്തെ എടുത്തു പറഞ്ഞു, ഇസ്ലാം മതത്തെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിലും പ്രാമാണികമായി നോക്കിയാൽ അവിടെ അവയവദാനം ഒരു വിഭാഗത്തിന് സാധിക്കില്ല. അവർക്ക് അവരുടെ പ്രാമാണികമായ അവയവം ദാനം ചെയ്യുന്നത് തെറ്റാണ്, സ്വീകരിക്കേണ്ട കുഴപ്പമില്ല, ഒൺലി ഇൻകമിങ് നോ ഔട്ട് ഗോയിങ്. അപ്പൊ അത് അവർക്ക് പ്രശ്നമില്ല. അപ്പോ ഇവിടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം ഹോസ്പിറ്റലുകളിൽ ചികിത്സക്കായി എത്തുന്ന ഏതൊക്കെ രാജ്യങ്ങളിൽ, ഏതൊക്കെ ദ്വീപുകളിൽ, എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് നോക്കിയാൽ, ആർക്കൊക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ, ഇത്തരം ഹോസ്പിറ്റലുകളിൽ ഈ നടന്നിട്ടുള്ള മരണങ്ങൾ, ബ്രെയിൻ ഡെത്തുകൾ, അവരെയൊക്കെ രക്ഷപ്പെടുത്താമായിരുന്നിട്ടും അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അവരുടെ അവസാന നിമിഷങ്ങളിൽ നമ്മുടെ പ്രോലൈഫിന്റെ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ അവരെ തള്ളിവിട്ടുകൊണ്ട് നിങ്ങളുടെ മകന്റെ കണ്ണ് ഇന്നാളിൽ ഇരുന്ന് നിങ്ങൾക്ക് കാണാനാവും, നിങ്ങളുടെ മകന്റെ ഹൃദയം ഇന്നാളിൽ ഇരുന്ന് തുടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ആ അപ്പോഴത്തെ സിറ്റുവേഷനെ മുതലെടുത്തുകൊണ്ട് ഒപ്പിട്ട് വാങ്ങിക്കൊണ്ട് അത് ചെയ്യും. ഇല്ലെങ്കിൽ പോലും ഈ മരണപ്പെട്ട് പുറത്തേക്ക് വരുന്ന ബോഡി നമ്മൾ മറ്റെവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ടോ? അതിനകത്ത് കരളുണ്ടോ, ഹൃദയമുണ്ടോ എന്ന് നോക്കാനായിട്ട് ഏതെങ്കിലും ഒരു വീട്ടുകാര് കൊണ്ടുപോയി മറ്റെവിടെയെങ്കിലും കൊണ്ട്, ഇപ്പം ഏതെങ്കിലും പറയുന്ന ഈ ആരോപണ വിധേയമായിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുകൊടുക്കുന്ന ഒരു ബോഡി വേറെ എവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുമോ ആരെങ്കിലും? അതോ കൊണ്ട് അടക്കുമോ? അപ്പൊ ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം അത് ഒരു പ്രത്യേക ഡോക്ടർ ഗണപതി സൂചിപ്പിച്ച ആ ഹോസ്പിറ്റലുകളിൽ ഇത് സംഭവിക്കുന്നു ഉണ്ടെന്നുണ്ടെങ്കിൽ ഗണപതി പറഞ്ഞ ബാക്കി കാര്യങ്ങളും ശരിയാണ് എന്ന് തന്നെയാണ് തെളിയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ അന്വേഷണങ്ങൾ വേണം. കാര്യം ഇത് മാത്രമല്ല, ഇപ്പൊ ഞാൻ എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഈ നാഷണൽ ഹൈവേയിൽ തന്നെയുള്ള ഈ ഇപ്പോൾ ആരോപണ വിധേയമായിട്ടുള്ളത് പോലുള്ള ഒരു ഹോസ്പിറ്റലിൽ എന്റെ ഒരു സുഹൃത്തിന്റെ നാട്ടിലുള്ള അവന്റെ ഒരു സുഹൃത്തിന്റെ അനിയൻ ഒരു വാഹന അപകടത്തിൽ, ഒരു ബൈക്ക് അപകടത്തിൽ അവനെ ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഈ കൊണ്ടുപോയപ്പോൾ ഏകദേശം അവൻ മരിച്ചിരുന്നു. എന്നിട്ടും അവനെ അകത്ത് കയറ്റി പ്രത്യേക അടിയന്തര ഓപ്പറേഷന് വിധേയമാക്കി. പല രീതിയിലും പറഞ്ഞ് ആ മരിച്ച ശവശരീരത്തെ അതിനകത്ത് ഇട്ടുകൊണ്ട് ഏകദേശം 2 ദിവസം വിട്ടുകൊണ്ടിരുന്നേച്ചും തിരിച്ച് അവൻ മരിച്ചു എന്നുള്ള റിപ്പോർട്ട് കൊടുത്തു. എന്നിട്ട് ആ ബോഡി വിട്ടു കിട്ടണമെങ്കിൽ 2.25 ലക്ഷം രൂപ എങ്ങനെയാണ് അവർ ബില്ല് ചെയ്തത്. ആ ബില്ല് അടയ്ക്കാതെ ബോഡി വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു. പനങ്ങാട് എന്ന് പറയുന്ന പ്രദേശമാണ് ഈ പറയുന്ന ഇതിന്റെ ഹോസ്പിറ്റൽ അടുത്തുള്ള സ്ഥലം തന്നെയാണ് പനങ്ങാട്. ആ പനങ്ങാട് ഏകദേശം 3 പെട്ടി ഓട്ടോയിലും കുറച്ച് ബൈക്കിലൊക്കെ ആയിട്ട് കുറെ ചെറുപ്പക്കാർ എന്ന് പ്രശ്നമാക്കി കഴിയുമ്പോൾ 5 പൈസ മേടിക്കാതെ ആ ബോഡി അങ്ങ് വിട്ടുകൊടുത്തു. ഇത് നടന്ന സംഭവം. അപ്പൊ ഇതുപോലുള്ള മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ നടന്നിട്ടുള്ള സംഭവങ്ങളും പല സംഭവങ്ങളും ഇപ്പോൾ നിലവിൽ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഗണപതി പറഞ്ഞത് 100% ശരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാം വളരെയേറെ ഭയക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത് ഈ അവയവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടല്ലോ. അപ്പോൾ അവരുടെ ജീവൻ നിലനിർത്തുന്ന ഈ ഒരു പ്രക്രിയക്ക് അതിനൊരു വലിയ വിലങ്ങുതടിയായിട്ട് മാറുകയല്ലേ ഇത് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു മാഫിയാണ്. വളരെ എല്ലാ അറിഞ്ഞും അറിയാതെയും ക്രിസ്ത്യൻ ഹിന്ദു ഹോസ്പിറ്റലുകൾ, ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ, ഇവിടെയൊക്കെ ഇവരുടെ മാഫിയകളുണ്ട്. ഇവിടുന്നൊക്കെ എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ന ഹോസ്പിറ്റലിലോട്ട് പോയിക്കോളൂ, വേണമെങ്കിൽ ഞാൻ വിളിച്ച് റഫർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നെട്ടോട്ടമാണ് എവിടെയാണ് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയെന്ന്. അപ്പോൾ ഇവർ പറയുന്ന ഹോസ്പിറ്റലുകളിൽ തന്നെ എത്തും. അവർക്ക് അവർക്ക് ഉദ്ദേശിച്ചിരിക്കുന്ന അവരുടെ ആവശ്യമുള്ളവരുടെ ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന ഒരു സാധനം വരുമ്പോൾ അവരെടുക്കും. അതിവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഇപ്പൊ ഡോക്ടർ ഗണപതിയിൽ മാത്രം ഈ വിഷയം ഒതുക്കി നിർത്താതെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഏതൊക്കെ വിദേശ പൗരന്മാർ ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഇത്തരം സാധനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ആരുടെയൊക്കെയാണ് വെച്ചത്, അത് സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും പുറത്തുവിടുകയും ഒപ്പം തന്നെ IMA പോലുള്ള കാര്യങ്ങൾ ഇതിനോടൊരു മാർഗരേഖ പുറപ്പെടുവിക്കുകയും ഒപ്പം ഗവൺമെന്റ് അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്ക് ഇത് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക അനുമതിയും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് മാത്രം വേണം ചെയ്യാൻ. ഇല്ല എങ്കിൽ ഈ പറയുന്ന ഇപ്പൊ 2009 സംഭവിച്ച പോലുള്ള അനവധി ചെറുപ്പക്കാരുടെ ജീവിതങ്ങൾ ഇവിടെ ഇല്ലാണ്ടാവും. വളരെ അത്യാവശ്യമെന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ അവയവദാനത്തിന് വേണ്ടിയിട്ട് ലിസ്റ്റ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്
കില്ലിംഗ് സ്ക്വാഡിനെ ഉപയോഗിച്ച് വേണമെങ്കിൽ വഴിയിൽ അപകടപ്പെടുത്തിക്കൊണ്ട് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവരുടെ സാധനം വേണമെങ്കിൽ എടുക്കും. ഇതും നടന്നുകൂടായികയും. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുസമൂഹം ഇതിനെ ശക്തമായി തന്നെ എതിർത്ത് അതിനോടൊപ്പം തന്നെ മെഡിക്കൽ എത്തിക്സ് കൈവിടാത്ത ഡോക്ടർമാരുടെ സമൂഹം ഇതിനെ സപ്പോർട്ട് ചെയ്യുക കൂടെ വേണം. താങ്ക് യു. ഇനി അടുത്ത ഇതിലേക്ക് ഞാൻ വരാം. തീർച്ചയായും. ശ്രീ ജോർജ് സേവ്യർ, വാസ്തവത്തിൽ ഈ വാർത്ത കേരളത്തെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് കളഞ്ഞൊരു വാർത്ത തന്നെയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ആശുപത്രികളുടെയൊക്കെ മുമ്പിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെയൊക്കെ മുമ്പിൽ വലിയ ബഹളവും പ്രതിഷേധവും ഒക്കെ കാണാവുന്നതാണ്. എന്നാൽ ഈ സംഭവം ഉണ്ടായപ്പോൾ കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പ്രതികരിച്ചില്ല. മുഖ്യധാര മാധ്യമങ്ങളാകട്ടെ ഇതൊരു വലിയ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് അവർ എടുത്തില്ല. പലരും ഇതിനെ ഒരു അത്ര പ്രാധാന്യമില്ലാത്ത വാർത്തയാക്കി അതിനെ അവഗണിച്ച് കളഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻ്റ് മാധ്യമമാകട്ടെ ആശുപത്രിയുടെ പേരൊന്നും കൊടുക്കാതെ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് മാത്രം അത് റിപ്പോർട്ട് ചെയ്തു. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു 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 നിലപാട് പലർക്കും, പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയക്കാർ, അവരുടെ യുവജന സംഘടനകൾ, മറ്റ് പ്രവർത്തകർ, അവർക്കൊക്കെ ഈ ആശുപത്രിയുടെ മുമ്പിൽ അവർക്കൊരു സമരവും നടത്തണ്ട? എന്തായിരിക്കും ഇതിൻ്റെ കാരണം? ഒരു വരി പറഞ്ഞുകൊണ്ട് ഞാൻ ചർച്ചയിലേക്ക് വരാം. അതായത് പണത്തിന് മീതെ, അതിനോടൊപ്പം തന്നെ ചില മതത്തിന് മീതെ ഒരു പരുന്തും ഈ കേരളത്തിൽ പറക്കില്ല. നമുക്കറിയാം, ഇറാഖില് ഏതോ ഒരു ഭീകരനായ മനുഷ്യൻ മറ്റൊരു ഭീകരനാൽ കൊല്ലപ്പെട്ടപ്പോൾ ഹർത്താൽ നടന്നൊരു നാടായത്. ഇന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തിനായിരുന്നു ഈ ഹർത്താൽ? അപ്പൊ തീർച്ചയായിട്ടും അത് കേരളത്തിന്റെ ഒരു ശാപമായിട്ട് വേണം തന്നെ കരുതാൻ. കാരണം അത് വോട്ട് ബാങ്കാണ്. ആയിക്കോട്ടെ, പക്ഷെ ഇവിടുത്തെ ഒരു വലിയ ഭീകരത എന്ന് പറഞ്ഞാൽ 2009, ഞാനിത് പത്രം വായിച്ചു, മറ്റേ സോഷ്യൽ മീഡിയ വെച്ച് വായിച്ചതാണ്, പത്രം വായിച്ചത് വലുതായിട്ട് അറിയാൻ പറ്റില്ല. 2009 നവംബർ 29 നടന്ന ഒരു ആക്സിഡന്റ്. ഇത്ര വർഷം, 14 വർഷം എടുത്തു ഈ സംഭവം ഞാനും ഈ നാട്ടിലുള്ള സാധാരണക്കാരനും അറിയാൻ. 1. 2, ഈ ആശുപത്രി ആക്സിഡന്റ് പറ്റിയ വ്യക്തി, ആക്സിഡന്റ് ഒരു വ്യക്തി ആദ്യം കൊണ്ടുപോയത് കോതമംഗലത്തെ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ, മാർ ബസേലിയോസ് ആശുപത്രിയാണ്. പക്ഷേ അവിടുത്തെ ഡോക്ടർ ആ തലച്ചോറ്, എന്റെ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് പറഞ്ഞ തലച്ചോറിൽ രക്തം കട്ട പിടിക്കുമ്പോൾ അത് എടുത്ത് കളയണം എന്നുള്ളതാണ്, രക്തം നീക്കം ചെയ്യണം. പക്ഷെ അത് ചെയ്തില്ല. പക്ഷെ ഞാൻ വായിച്ചത് ആ ഡോക്ടർ നേരത്തെ ലെഗ് ഷോറിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടറാണെന്നുള്ളതാണ്. സത്യമാണെങ്കിൽ അതൊരു ഭീകരമായ ഒരു നെറ്റ്വർക്കാണ്. ആ ഡോക്ടറാണ് ലെഗ് ഷോറിലേക്ക് അയക്കുന്നത്. ലെഗ് ഷോർ ഹോസ്പിറ്റലിലേക്ക് വന്നു, അവിടെയും ചെയ്തില്ല. ഇവിടെ 2 കാര്യം. ഒന്ന്, ഫസ്റ്റ് എയ്ഡ് കറക്റ്റായിട്ട് കൊടുത്തില്ല. തലച്ചോറിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട്, അത് നീക്കം ചെയ്തെങ്കിൽ ചിലപ്പോൾ ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടേനെ, ഇന്നും ജീവനോടെ ഇരുന്നേ. അപ്പോഴ് അത് നടന്നില്ല. 2ാമത്തെ കാരണം പറയുന്നത്, ഈ അവയവദാനത്തിന് ചില ചട്ടങ്ങളുണ്ട്. ഈ ചട്ടത്തിന് ലംഘനം നടന്നു. എന്താണ് ഈ ഭരിക്കുന്ന സർക്കാരൊക്കെ എന്ത് ചെയ്യാണെന്നുള്ളതാണ് ചില സമയത്ത് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ചട്ടലംഘനം നടന്നിട്ടും ഇന്നു വരെ ഇതിനെതിരെ പ്രതികരിക്കാൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും തയ്യാറായിട്ടില്ല. പക്ഷെ ഇതേ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു കത്തോലിക്ക സ്ഥാപനത്തിലാണ് ഈ സംഭവം നടന്നതെങ്കിൽ ഇന്ന് ആ സ്ഥാപനം എറിയപ്പെട്ടതിനെ, പൊട്ടപ്പെട്ടതിനെ, പല ക്ലാസ്സുകൾ ഇല്ലാതായതിനെ, അവിടുത്തെ സ്റ്റാഫിന് നല്ല തല്ലുകൊണ്ടേനെ. ഈ ഒരു വ്യത്യാസം കേരളത്തിലുണ്ട്. ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ പണവും ജാതിയുമാണ്, ചില മതങ്ങളുമാണ് കേരളത്തിലെ ഏത് ഭരിക്കുന്നവരെയും സപ്പോർട്ട് ചെയ്യുന്നതും അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും. പിന്നെ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതിന്റെയൊക്കെ മറവില് അവയവദാനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് നഷ്ടമുണ്ടാക്കുകയാണോ നമ്മളെന്ന് ഞാൻ തിരിച്ചു ചോദിക്കുന്നുള്ളൂ. കുറച്ചു നാള് ജീവിക്കാൻ വേണ്ടി ജീവിച്ചിരിക്കേണ്ട, വർഷങ്ങൾ ജീവിച്ചിരിക്കേണ്ട മനുഷ്യനെ കൊന്നാണോ കൊടുക്കുന്നത്? എന്തുമാത്രം ക്രൂരമായ കാര്യമായി ഇത്. ജീവിക്കേണ്ട, ഇന്ന് ആ മരിച്ച ചെറുപ്പക്കാരന്റെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ മോൻ ജീവനോട് ഇരുന്നപ്പോഴാണ് ഞാനിത് ഒപ്പിട്ട് കൊടുത്തു നോക്കുമ്പോൾ എനിക്ക് ഹൃദയം വേദനിക്കുക. അമ്മ ഇനി മരിക്കുന്നത് വരെ മരിച്ചതുപോലെ ജീവിക്കണ്ടേ? സത്യത്തില് ഈ ധാർമ്മികത പറയുമ്പോൾ, വേദന പറയുമ്പോൾ, കാത്തിരിക്കുന്നവരുടെ കഷ്ടപ്പാട് നമ്മൾ പറയുമ്പോൾ, കൊല്ലപ്പെട്ടവന്റെ വേദന, ആ കുടുംബത്തിന്റെ വേദന, അതാരും ചിന്തിക്കാത്തത് എന്താ? പിന്നെ കൊലപാതകി, സത്യത്തിൽ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ജീവൻ രക്ഷിക്കേണ്ടവനാണ് ഡോക്ടർ. ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഡോക്ടറുടെ തന്നെ കൈപുണ്യം വിശ്വസിച്ചിരുന്ന ഒരു നാട്ടിൽ നമ്മൾ ആ ഡോക്ടറെ ചെല്ലുമ്പോൾ ഈ ഈ മനുഷ്യൻ രക്ഷിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോകുന്നത്. ആ വിശ്വാസത്തെ ഹനിക്കുന്ന അവസ്ഥ, അത് ഒരു ചെറിയ ലോബി ആവാം, വലിയ ലോബി ആയിരിക്കാം. പക്ഷേ
ഇത് എല്ലാ ഡോക്ടർമാരെയും സംശയത്തിൽ ആഴ്ത്തിയില്ല. ഇപ്പൊ ഡോക്ടർ രജു വർഗീസ് ഇവിടെ ആത്മാർത്ഥമായി സംസാരിച്ചു. ഡോക്ടർ ഉൾപ്പെടുന്ന എല്ലാ ഡോക്ടർമാരെയും ഇതേ സംശയത്തിൽ ആഴ്ത്തുന്നുണ്ടോ? നമ്മുടെ ഒക്കെ രക്തബന്ധങ്ങൾ ഇതിലുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ വേദനയുണ്ട്. കാരണം ഒരു വലിയ സമൂഹത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒന്ന്. രണ്ട്, ഇവിടെ പണത്തിന് വേണ്ടി മാത്രം, ഇത് വേറെ ഒന്നും പറയണ്ട, ഇത് പണത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഈ പണത്തിന് വേണ്ടി നടത്തിയ ഈ ക്രൂരകൃത്യം, ഇതിനെക്കുറിച്ച് ഇപ്പം തന്നെ നമുക്ക് ഒരു പത്രങ്ങളും പേരെഴുതുന്നില്ല. ലോക്ഷോർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നു? അവിടെ നടന്നതല്ലേ ഇത്? എന്തുകൊണ്ട് എഴുതുന്നില്ല? ഇത് കൊല്ലത്തൊരു ബെൻസീർ ഹോസ്പിറ്റലോ ഹോളിക്രോസ് ഹോസ്പിറ്റലോ ആയിരുന്നു ഇപ്പൊ നിറഞ്ഞു നിന്നേനല്ലോ. ചെറിയൊരു സംഭവം നടന്നാൽ, മുരുകൻ കേസ് നടന്നപ്പോൾ കൊല്ലത്തെ പ്രമുഖമായ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പ്രമുഖമായ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നമുക്കറിയാം. ഒരു ഹോസ്പിറ്റലിൽ ഒരു നടപടിയും ഇല്ലല്ലോ. പക്ഷേ മെഡിക്കൽ കോളേജിൽ 3-4 എന്താ പറയുന്നത് ഹൗസ് സർജൻസുമാരെ ബലിയാടായത് അവര് മാത്രം. അവര് ശരിയായിട്ട് പരിചരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി വലിയ വലിയ ഡോക്ടർമാരും ന്യൂറോ സർജന്മാരും ഉൾപ്പെടെ രക്ഷപ്പെട്ടു പോയപ്പോൾ ബലിയാടാക്കപ്പെട്ടത്. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു എന്താ പറയുന്നത്, കേരളത്തില് നീതിക്ക് സത്യത്തിനും ഒക്കെ വില നഷ്ടപ്പെട്ടു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വാചകമാണ്, പണത്തിന് മേലെ ചില മതത്തിന് മേലെ ഇവിടെ കേരളത്തിൽ ഇപ്പോ ഒരു മരുന്നും പറക്കില്ല. ഇനി എന്താ പറയുന്നത്, ഈ നമ്മള് അത് ഞാൻ ഇതിൽ ഒരു ജാതിയും മതവും എടുക്കുന്നില്ലെങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട്, കാരണം മാറിയെന്ന് ചിന്തിക്കുന്ന നിലയിൽ നമ്മൾ പറഞ്ഞു പോകുന്നതാണ് ഇത്. ഇവിടെ ജാതി മതത്തിനപ്പുറം പണത്തിനപ്പുറം ഈ ഒരു അധാർമികത, അത് ആര് ചെയ്താലും അതിനെ ചോദ്യം ചെയ്യാൻ, അതിനെ എതിർക്കാൻ രാഷ്ട്രീയക്കാരിൽ നിന്നും സത്യം പ്രതീക്ഷിക്കേണ്ട. നമ്മൾ ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ, ഒരു സമൂഹം പുതിയ തലമുറയെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ ഈ അധാർമികത കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. വോട്ട് ബാങ്കിന് വേണ്ടി അധാർമികതയെ താങ്ങി നിർത്തുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള മറുപടി കൂടെ കൊടുക്കാൻ നമ്മൾ തയ്യാറാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരു സമൂഹം ഇറങ്ങി വരണം. ഇറങ്ങി വന്നാൽ മാത്രമേ ഇതിന് ഒരു അല്പമെങ്കിലും തടയിടാൻ കഴിയൂ. അല്ല, തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് കണ്ടതാണല്ലോ. കാഞ്ഞിരപ്പള്ളിയിലെ പൂവപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ മറ്റു ചില സ്ഥാപനങ്ങളിൽ സമാന രീതിയിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ എങ്ങും ആർക്കും പോയി ഒരു പ്രതിഷേധവും വേണ്ട, ഒരു ചീത്തവിളിയും വേണ്ട, ഒന്നും വേണ്ട. എന്നാൽ ഈ സംഭവത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ അവിടെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ ഒരു പ്രതിഷേധ മീറ്റിംഗ്, ഒരു റാലിയൊക്കെ അവർ നടത്തുകയുണ്ടായി. ശക്തമായ ഒരു മുന്നറിയിപ്പ് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള ആക്രമണങ്ങളിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ അത് തീർച്ചയായിട്ടും അതിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ശ്രീ കെവിൻ പീറ്റർ, ഈ ഒരു ഡോക്ടർ ഗണപതി ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ വാസ്തവത്തിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ മുൻപോട്ടുള്ള അവസ്ഥകൾ? കാരണം അദ്ദേഹം ചില ഹോസ്പിറ്റലുകളുടെയൊക്കെ പേരുകളൊക്കെ പരാമർശിച്ചു. ചിലരൊക്കെ അദ്ദേഹത്തിൻ്റെ മേലെ ഒരു സംഘി ചാപ്പ ഓൾറെഡി ഇപ്പോൾ കുത്തിക്കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഗവൺമെൻറ് ശക്തമായ രീതിയിൽ അത് അന്വേഷിക്കേണ്ടതല്ലയോ? തീർച്ചയായിട്ടും ആ ഒരു മനുഷ്യനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ നേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ പേരിനോ വേണ്ടിയിട്ടല്ല. ഇപ്പോ നമ്മളെല്ലാവരും പറഞ്ഞല്ലോ, അദ്ദേഹത്തെ നമ്മൾ അറിയുന്നത് ഈ സമയത്താണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് അത് ഈ ഒരു 2009 നടന്ന സംഭവത്തെ കുറിച്ച് മാത്രമല്ല, അദ്ദേഹം ഇത് സംബന്ധിക്കുന്ന നല്ല രീതിയിൽ സ്റ്റഡി നടത്തിയതിനു ശേഷം മാത്രമാണ് ഈ കേസിനെ കുറിച്ച് അത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. കാരണം അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഡോക്ടർ ക്രിസ്ത്യൻ ഡോക്ടർ അസോസിയേഷൻ അംഗമാണ്? അല്ല. കാരണം എന്താ? അങ്ങനെ ഒരു അസോസിയേഷൻ ഇല്ല. ഹിന്ദു ഡോക്ടർ അസോസിയേഷൻ ഉണ്ടോ? അങ്ങനെ ഒരെണ്ണം ഇല്ല. പക്ഷെ എന്നാൽ മുസ്ലിം ഡോക്ടേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് ലോകത്ത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരെണ്ണം രൂപീകരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. നമ്മളുടെ ഗ്ലോബൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബലിന്റെ ഒരു വ്യക്തി, നമ്മുടെ നേതാവ്, അദ്ദേഹത്തിന്റെ പേര് ഈയിടെ മരണപ്പെട്ടതാണ്. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിനു ശേഷം വീട്ടിലേക്ക് പോകുന്നത് വഴി അദ്ദേഹത്തിന് അപകടമുണ്ടായി. ഇടിച്ച കാർ ആരുടെ? ഒരു ഡോക്ടറുടെ. ആ ഡോക്ടർ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അതിന് ഏകദേശം 10 കിലോമീറ്ററിന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ. ഒരു രോഗി
ഒരാളെ താന്റെ കാർ ഇടിച്ചിട്ടു അദ്ദേഹം പിടയുന്ന രംഗം അല്ലെ ചോര വാർന്നൊലിക്കുന്ന രംഗം കണ്ടിട്ടിട്ട് അദ്ദേഹത്തെ വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഒരു ഡോക്ടർ പോകുന്നത്. ഒരിക്കലും ഒരു ഡോക്ടർ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ആയത്? അപ്പോ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈയിടെ ക്ലബ് ഹൗസിൽ ഒരു വ്യക്തി അദ്ദേഹം ഒരു ചർച്ചക്കിടയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഭാര്യയുമായി രണ്ടാമത്തെ കുട്ടിയുടെ ഗർഭിണിയായിരുന്നപ്പോൾ രണ്ടാമത്തെ ഗർഭിണിയായിരുന്നപ്പോഴത്തേക്ക് ഭാര്യയുമായി ഡോക്ടറെ സമീപിക്കുകയാണ്, ലേഡി ഡോക്ടർ. അപ്പൊ ആ ലേഡി ഡോക്ടർ ഇവരോട് പറയുന്നത് ഇതോടുകൂടി പ്രസവം നിർത്തും, അതാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രസവം നിർത്താനുള്ള കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഉപദേശം കൊടുക്കുന്നുണ്ട്. ഇവർ അങ്ങോട്ട് മാറിയിരുന്ന് വീണ്ടും കാണുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് മാറിയിരിക്കുമ്പോൾ പുറകെ ഒരാൾക്ക് ശേഷം വന്ന ഒരു മുസ്ലിം സ്ത്രീയോട് ഇതേ ഡോക്ടർ പറയുന്നത് അത് 4 കണ്ടാൽ നിർത്തരുത് എന്നാണ്. ദൈവത്തിന്റെ ദാനമാണ്, ദൈവം തരുന്നത്രയും സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇത് ഈ ആൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആളാണ് ഇദ്ദേഹത്തിന്റെ അനുഭവം ക്ലബ് ഹൗസിലൂടെ പറഞ്ഞത്. ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഈ പറയുന്ന ഈ രണ്ടാമത്തെ ഇതായിട്ടുള്ള ആ ഹിന്ദു ആയിട്ടുള്ള ആ സ്ത്രീ ഈ ഡോക്ടറുടെ മുന്നിൽ എത്തിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് രാഷ്ട്രീയവും മതവും പണവും പണലാഭവും എല്ലാം കടന്നുകൂടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. കാരണം പല രാഷ്ട്രീയക്കാർക്കും ഇത്തരം ഹോസ്പിറ്റലുകളിൽ ഷെയർ ഉണ്ട്, പല കള്ളപ്പണക്കാർക്കുമുണ്ട്. ഈ പറയുന്ന ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ എന്തുകൊണ്ടാണ് ഒരു കുത്തക മുതലാളി ഷെയർ എടുത്തത്? ആതുര സേവനമാണോ ലക്ഷ്യം? ഒരിക്കലുമല്ല. അയാൾ അതിൽ ലാഭം കണ്ടുകൊണ്ടാണ്. അയാൾ 1 രൂപ ഇറക്കിയാൽ 10 രൂപ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ലാഭം ചെയ്യുന്ന ഒന്നാം തരം ഒരു ബിസിനസ്സുകാരനാണ്. ആ ഒരു ബിസിനസ്സുകാരൻ ഈ ആതുര സേവന രംഗത്ത് പണമിറക്കണമെന്നുണ്ടെങ്കിൽ അയാൾ റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതിൽ ഷെയർ എടുത്തത്. ഒന്നൊന്നായി അതിന്റെ ഷെയർ മേടിച്ചു കൂട്ടിയിട്ട് അവസാനം ഹോസ്പിറ്റൽ തുടങ്ങിയ വ്യക്തിയെ ഒരു വിലയുമില്ലാതായി വന്നപ്പോൾ ആ ഡോക്ടർ മനസ്സുമെടുത്ത് സ്വയം മാറിക്കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് 2016 ആ ഹോസ്പിറ്റൽ പൂർണ്ണമായി കൈകളിലെത്തുന്നത്. സാങ്കേതികമായിട്ട് വേണമെങ്കിൽ പറയാം നടന്നത് ഇത് 2009 2016 ഞാൻ ആ ഹോസ്പിറ്റൽ വാങ്ങിയത്. പക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ സത്യങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ, ഒരു കുത്തക മുതലാളി അതിൽ പണമിറക്കുന്നത് ലാഭം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ്. അത് എങ്ങനെയാണ് ഒരു ജീവൻ നിലനിർത്താനായി സാധാരണ രീതിയിൽ, സാധാരണ ബില്ലിൽ, സാധാരണ ചികിത്സ, ആതുര സേവനം എന്ന് പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് ഇവിടുന്ന് ലാഭം കിട്ടും? അയാൾക്ക് കോടികൾ ലാഭം ഉണ്ടാവണമെങ്കിൽ ഇതിൽ ആതുര സേവനം മാറ്റിവെച്ചുകൊണ്ട് ഇത് ബിസിനസ് ആക്കി മാറ്റണം. അതിനെയാണ് നാം ഭയക്കേണ്ടത്. അതിനെയാണ് നാം ഡോക്ടർ ഗണപതി എന്ന് പറയുന്ന വ്യക്തിയെ സ്തുതിക്കേണ്ടത്. ഡോക്ടർ കൃത്യമായിട്ട് എണ്ണം പറഞ്ഞു കഴിഞ്ഞു. 147 ബ്രെയിൻ ഡെത്ത് ഉണ്ടായതിൽ ഇവിടുത്തെ ഇവിടുത്തെ ജനസംഖ്യയുടെ ആ ഒരു ശതമാനം കൂടെ വെച്ച് നോക്കിയാൽ 0.7% ആണ്. അതായത് 147 പേരിൽ ഒരാൾ മാത്രമാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടായിരുന്നത്. അദ്ദേഹം ചോദിച്ച ചോദ്യം നമ്മുടെ മനസ്സിലും ഉണ്ടാകുന്ന ചോദ്യമാണ്. എന്തുകൊണ്ട് അവർക്ക് ആർക്കും ബൈക്ക് അപകടമൊന്നും ഉണ്ടാവുന്നില്ലേ? അല്ലെ അവർക്കൊന്നും റോഡ് അപകടങ്ങൾ ഉണ്ടാവുന്നില്ലേ? വാഹന അപകടങ്ങൾ വേറൊന്നും ഉണ്ടാവുന്നില്ല? അത് പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്. ഈ ഇസ്ലാമിന്റെ വിശ്വാസപ്രകാരം അവയവങ്ങൾ ദാനം ചെയ്യാൻ പാടില്ല എന്ന് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ യഥാർത്ഥത്തിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ പോലും അവർ ഈ അവയവങ്ങൾ മാറ്റുവാനായിട്ട് അനുവാദം കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ 148 പേരിൽ ഒരാൾക്ക് മാത്രമേ മുസ്ലിമായിട്ടുള്ളൂ എന്ന് പറയുന്നതിനകത്ത് സാങ്കത്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അല്ല, അത് മറ്റൊരു അതിൽ അവയവം ദാനം കൊടുക്കുന്നതല്ല വിഷയം. അവിടെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരിക്കുന്ന എണ്ണത്തിൽ ഒരാൾ മാത്രമാണ് മുസ്ലിം സമുദായക്കാരൻ. പക്ഷെ ആ ബ്രെയിൻ ഡെത്ത് നടന്ന അയാൾ കൊടുത്തോ ഇല്ലയോ എന്ന് ഡോക്ടർ ഗണപതി പറഞ്ഞിട്ടില്ല. അത് കൊടുത്തു കാണില്ലായിരിക്കും. അവർ കൊടുക്കില്ല. അവർ പ്രാമാണികമായിട്ട് കൊടുക്കാൻ പറ്റില്ല. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം അവരുടെ വിശ്വാസം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിന് ഒരു സമ്മതപത്രം എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. അതെ 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 അതുകൊണ്ട് തന്നെയാണ് 147 146 മറ്റുള്ളവരായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ശക്തമായ നിയന്ത്രണം കൊണ്ടുവരണം. ശരിയായ ബോധവൽക്കരണം വേണം. ഡോക്ടർ ഗണപതി തുറന്നുവിട്ട ആ വിവരങ്ങൾ
പൊതുസമൂഹത്തോട് പറഞ്ഞ വിവരങ്ങൾ ഇവിടെ ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ശ്രീ കെവിൻ പീറ്റർ, ഞാൻ ഒരു മിനിറ്റ്, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ റജു വർഗീസ്, നമ്മുടെയൊക്കെ നാട്ടുമ്പുറങ്ങളിലൊക്കെ പലപ്പോഴും കാണാറുണ്ട് ഒരു ഫ്ലെക്സ് ബോർഡ്, അതിൽ കിഡ്നി മാറ്റിവെക്കണം അല്ലെങ്കിൽ കരൾ മാറ്റിവെക്കണം, അതിനുവേണ്ടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. എനിക്ക് പലപ്പോഴും സംശയം ചോദിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരു ഓപ്പറേഷൻ നടത്തുന്നതിന് എന്തിനാണ് ഇത്രയും ഭീമമായ തുക, 50 ലക്ഷം രൂപ, 60 ലക്ഷം രൂപ, അതൊക്കെ പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കുവാനായിട്ടാണ് ഇത്തരം ഫ്ലെക്സ് ബോർഡുകളും അതോടൊപ്പം ഉള്ള പിരിവുകളും ഒക്കെ നടത്തപ്പെടുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഒരു ഇതുപോലുള്ള ഒരു ഓപ്പറേഷൻ നടത്തുന്നതിന് ഈ ഇത്രമാത്രം ഭീമമായ 50-60 ലക്ഷം രൂപയുടെ ചിലവ് വാസ്തവമായിട്ടും അത് ചിലവാകുന്നതാണോ? തീർച്ചയായിട്ടും ഗവൺമെന്റ് ഹോസ്പിറ്റൽസും, ഞാനൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS. അപ്പം ഇപ്പൊ കോട്ടയം പോലെയുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വളരെ നന്നായി നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ അവർക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റീസ് ഒക്കെ മേ ബി കുറച്ചും കൂടെ അത്ര ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. എങ്കിലും ഗവൺമെന്റ് ആശുപത്രികളിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വളരെ ചെറിയ തുകയ്ക്ക് നടക്കുന്ന ഓപ്പറേഷൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ സെറ്റപ്പിൽ വരുമ്പോൾ അതിന്റെ തുക ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അത് വർദ്ധിക്കുന്നു. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു ലാഭം തീർച്ചയായിട്ടും ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ നമുക്ക് മരുന്നുകളുടെ കാര്യത്തിൽ ഒരു പ്രൈസ് കൺട്രോൾ ഒക്കെ കൊണ്ടുവന്ന പോലെ ഗവൺമെന്റിന് ശക്തമായിട്ടുള്ള നിയമ നിർമ്മാണം നടത്തി ഈ മേഖലയിൽ ഒരു പ്രൈസ് കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന രോഗികൾക്ക് അതൊരു വലിയ ആശ്വാസമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ പ്രൈസ് ലിസ്റ്റാണല്ലോ ഡോക്ടർ ഗണപതി പറഞ്ഞത്. ഓരോ അവയവത്തിനും ഇത്ര ലക്ഷം രൂപ, കരളിന് 50 ലക്ഷം, പിന്നെ ഹാർട്ടിന് 1 കോടി, മറ്റ് അങ്ങനെ ഓരോ അവയവങ്ങൾക്കും ഇത്ര അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട് അത്ര. അല്ല, ഇവിടെ അറബി ഒരു കിട്ടി വാങ്ങാനായിട്ട് വന്നാൽ അറബിയെ സംബന്ധിച്ചോളം ഇവിടുത്തെ ഇന്ത്യൻ മണിയായിട്ട് നോക്കുമ്പോഴത്തേക്ക് 1 കോടി രൂപ ഒന്നുമല്ല. അതെ, ഇന്ന് ഡോക്ടർ ജോ ജോസഫിൻ്റെ ഒരു ആരോപണം, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കണ്ടായിരുന്നു, ഈ 1 കോടി രൂപയൊക്കെ മുടക്കി ആരാണ് ഹൃദയം മാറ്റിവെക്കുന്നത് എന്ന്. പക്ഷേ ഒരു അറബിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സായിപ്പിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള 1 കോടി രൂപയൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമുള്ള കാര്യമല്ല. ഡോക്ടർ തുടരാം. വളരെ സക്സസ്ഫുൾ ആയിട്ട് അവയെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ എനിക്ക് പലതും പേഴ്സണലി അറിയാം. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. എൻ്റെ വീട്ടിൽ തൊട്ട് പുറകിലൊരു പാടാണ്. പാടത്തിന്റെ മറ്റേ കരയില് താമസിക്കുന്ന ആളാണ് മാത്യു ആച്ചാടൻ. ഒരുപക്ഷെ നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 10 വർഷം മുമ്പ് എറണാകുളം ലിസി ഹോസ്പിറ്റലില് ഡോക്ടർ പെരിയപ്പുറം സാറ് സർജറി ചെയ്ത ഒരു വ്യക്തിയാണ്, ഒരു ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹം ഇന്ന് വളരെ അതെ ആരോഗ്യവാനായിട്ട് തന്നെ ജീവിക്കുന്നു. എത്രമാത്രം അതിന്റെ ക്വാളിറ്റി നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പിതാവ് എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് കുടുംബത്തോടൊപ്പം ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലായി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. അത് ഓരോ ഇൻഡിവിജ്വൽ കേസുകളാണ്. ഓരോ ഈ ക്വാളിറ്റി ഒരു പക്ഷേ കിഡ്നി മാറ്റി വെക്കുമ്പോൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഡോക്ടറെ, ഈ ഒരു കിഡ്നി മാറ്റി വെക്കുന്ന ഒരു സംഭവം ആയിക്കോട്ടെ, പക്ഷെ അതിനെന്തിനാണ് ഈ 50 ലക്ഷം രൂപയുടെ ആവശ്യം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഏതൊരു ബിസിനസ്സും പോലെ തന്നെ അതിന് ഇത്രയും മാർജിൻ അവരുടെ മാർജിൻ അവരെടുക്കുന്നതിന്റെ ഏറ്റവും പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോ നമ്മള് പിന്നെ ഹോസ്പിറ്റലുകളിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, ഒരു ജനറൽ വാർഡിൽ കിടക്കുന്ന പേഷ്യന്റിന്റെ ചാർജ് ആയിരിക്കില്ല ICUയിൽ കിടക്കുന്ന പേഷ്യന്റ് ചാർജ്, AC റൂമിൽ കിടക്കുന്ന ആൾക്ക് കുറച്ചും കൂടെ ചാർജ് കൂടുതൽ. ആ തരത്തിലുള്ള അന്തരങ്ങൾ മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട്. എങ്കിലും അതിനൊക്കെ ചില പരിമിതികളുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. പക്ഷെ ഇത് ഇത്രയും ഭീമമായ തുക, അപ്പോൾ ഇതിനിടയിൽ നിൽക്കുന്നവരുടെ കമ്മീഷന് പിരിച്ചു കൊടുക്കുന്നവർക്കുള്ളത് പലപ്പോഴും പല ആശുപത്രിക്കാർ തന്നെയാണ് മുൻകൈയെടുത്ത് പത്രക്കാരെയൊക്കെ വിളിച്ചും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പിരിവെടുക്കുന്ന ചില നന്മമരങ്ങളെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് അവരെയൊക്കെ ഏർപ്പാടാക്കി കൊടുക്കുന്നത് പലപ്പോഴും ആശുപത്രി മാനേജ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയിൽ വലിയ ഒരു ലാഭം ആരൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതെ അതെ, നമ്മളെ ഈ പല നന്മകൾ നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ചാരിറ്റി മാഫിയ വളരെ ശക്തമായിട്ട് വളരെ പ്രബലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള സൂചനകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പൊ അത് നമ്മൾ ഓരോ കേസുകളിലും നമ്മൾ വളരെ വിജിലന്റ് ആയിരിക്കണം. നമ്മളിപ്പോ ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ അന്വേഷിക്കണം. അതിനെക്കുറിച്ച് അവർ ശരിക്കും അർഹനാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിന് ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് തന്നെ പേഴ്സണലി ഒരു പേഷ്യന്റ് ഈ അടുത്ത് ഹാർട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ ഒരു പേഷ്യന്റ് വന്ന് സഹായം ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ നിങ്ങൾക്ക് പോയി ചെയ്യേണ്ട കാര്യമുണ്ട്. അവരെ ഞങ്ങള് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ, എറണാകുളത്തുള്ള ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിനെ റെഫർ ചെയ്ത് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തു. അപ്പോ നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ ഈ മേഖലയിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ പറയില്ലേ, കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറയുന്ന പോലെ. അപ്പൊ നമ്മൾ വളരെ ശക്തമായിട്ട് നല്ല നിലപാടുമായിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് വരുന്ന ആളുകൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കാര്യത്തിൽ വലിയൊരു ട്രാൻസ്പാരൻസി ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ പറയുന്നു, ഈ കഴിഞ്ഞ 10-20 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നടന്ന എല്ലാ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചും ഒരു പഠനം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. ശരിക്കും ഒരു റിസർച്ച് എന്ന നിലയിൽ ഒരു പഠനം നടത്തേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് ഞാൻ പറയുകയാണ്. അതിനകത്ത് ഇപ്പൊ എല്ലാത്തിലും പ്രശ്നങ്ങളുണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന്റെ വരായികൾ എങ്ങനെയുണ്ട്, ആ പേഷ്യൻസിന് അതിന്റെ ഔട്ട്കം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനും ഇനി അടുത്തൊരു തലമുറയ്ക്ക് നമുക്ക് ആ ഒരു നോളജ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. ഇന്നത്തെ മനോരമയിലൊരു വാർത്തയുണ്ട്, മലയാളി ഒരു കൊല്ലം കഴിച്ച ഗുളികകളുടെ അതിൻ്റെ കൂട് മാത്രം, അതായത് ആ സ്ട്രിപ്പ് ഉണ്ടല്ലോ, നമുക്കറിയാം വളരെ വളരെ മൈന്യൂട്ടാണ് അതിൻ്റെ ഭാരം എന്ന് പറയുന്നത്, അത് മാത്രം 7.25 ടണ്ണ് തൂക്കം വരും അത്ര. അതിൻ്റെ വാർത്ത ഇങ്ങനെയാണ്, കേരളം ഒരു വർഷം ഉപയോഗിച്ച ഗുളികളുടെ കൂടുകൾ ശേഖരിച്ച് തൂക്കിയപ്പോൾ 7774 കിലോഗ്രാം കേരള കമ്പനി, ക്ലീൻ കേരള കമ്പനി, ഹരിതകർമ്മസേന 2022-23 സാമ്പത്തിക വർഷം ശേഖരിച്ച ടാബ്ലറ്റ് സ്ട്രിപ്പുകളുടെ കണക്കാണിത്. ശേഖരിക്കാതെ പോയത് ഇതിലും എത്രയോ അധികം ഉണ്ടാകും. അപ്പോൾ നോക്കി, ഈ കേരളത്തിലെ ജനങ്ങൾ ഒരു വർഷക്കാലം കഴിച്ചു കൂട്ടുന്ന മരുന്നിൻ്റെ അതിൻ്റെ സ്ട്രിപ്പിൻ്റെ തൂക്കമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടർമാർ അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ കുറിച്ച് കൊടുത്ത്, ആവശ്യമില്ലാത്തതെല്ലാം കുറിച്ച് കൊടുത്ത് ഈ രോഗികളെ ഞെക്കിപ്പിഴിഞ്ഞെടുക്കുന്ന ഒരു പ്രവണത ഇതിൻ്റെ പിന്നിലുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു 80-90% ഡോക്ടേഴ്സും നല്ല രീതിയിൽ തന്നെ എത്തിക്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള നോളജ് ഉപയോഗിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു 10-20% ആളുകൾ, എനിക്ക് പേഴ്സണലി അറിയാം, മരുന്ന് എഴുതുന്നതിന് പൈസ മെഡിക്കൽ റെപ്പർമാര് അടുത്ത് വീട്ടിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പം അങ്ങനെ നമ്മൾ തന്നെയാണ് ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ നമ്മൾ ബ്രൈബ് വാങ്ങി ഈ ഒരു വ്യവസായത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോ എന്നെ സംബന്ധിച്ചോളം ഞാനും എൻ്റെ വൈഫ്, ഞങ്ങൾ രണ്ടുപേരും പീഡിയാട്രിഷ്യൻസ് ആണ്. ഞങ്ങൾക്ക് വലിയ സന്തോഷം, കാരണം ഞങ്ങൾക്ക് അധികം മരുന്നുകളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് ഒരു പനി, ഒരു ജലദോഷം, പല അസുഖങ്ങളും കുട്ടികളുടെ മരുന്നില്ലാതെ തന്നെ മാറും. അപ്പോൾ 2 ദിവസം പനിയാണെങ്കിൽ പറയും, നനച്ച് തുടയ്ക്കാൻ പറയും, അത്യാവശ്യത്തിന് പാരസെറ്റമോൾ കൊടുക്കാൻ, 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരാൻ പറയും. അങ്ങനെ വളരെ പൊതുവെ പറയുകയാണെങ്കിൽ പീഡിയാട്രിഷ്യൻസ് ഒരുവിധം എല്ലാവരും തന്നെ വളരെ കുറച്ച് മരുന്നുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു നിലപാടെടുത്താൽ, ഇപ്പം മറ്റു ഡോക്ടർമാർ കൂടി അങ്ങയുടെ പോലുള്ള ഒരു നിലപാടെടുത്താൽ അവരുടെ നിലനിൽപ്പിന് അതൊരു ഭീഷണിയാകുകയല്ലേ? മാനേജ്മെന്റുകളെ സമ്മതിക്കൂ? മാനേജ്മെന്റുകളെ കുറിച്ച് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം എനിക്ക് പേഴ്സണലി അറിയാം, നമുക്ക് എല്ലാവർക്കും ഉള്ള സ്പേസ് ഈ ഭൂമിയിലുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉള്ള പേഷ്യൻസ് ഇവിടെയുണ്ട്. നമ്മൾ ആരുടെയും പേഷ്യന്റിനെ അടിച്ചു മാറ്റിയിട്ടോ അല്ലെങ്കിൽ പേഷ്യന്റ് നഷ്ടപ്പെടാതിരിക്കാൻ ഭയം മൂലം ഒന്നും നമ്മൾ ഇതിനകത്ത് ഒരു കഠിന പരിശ്രമങ്ങൾ നടത്തേണ്ട കാര്യമില്ല. കാരണം എൻ്റെ ഒരു വിശ്വാസം, നമുക്ക് ജീവിക്കാനുള്ള ദൈവം നമുക്ക് തരുന്നതാണ്. അപ്പൊ ഈ ഒരു ബോധ്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ ഇതിനകത്തുനിന്ന് വലിയൊരു റിലീഫ് ഡോക്ടേഴ്സിന് കിട്ടുകയുള്ളൂ. പല ഡോക്ടേഴ്സും ഈ പ്രത്യേകിച്ച് ഈ മേഖലയിൽ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. അവർ വിചാരിക്കുന്നത് പണം സമ്പാദിക്കാൻ, അപ്പൊ പണം കൂടുന്നതനുസരിച്ച് കൂടുതൽ സമ്പാദിക്കാനുള്ള വ്യഗ്രത കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ബൈബിളിൽ പറയുന്ന പോലെ എല്ലാ പാപങ്ങളുടെയും മാതാവ് എന്ന് വേണമെങ്കിൽ ഈ ദ്രവ്യാസക്തിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ ഒരു പ്രലോഭനമായിട്ട് ആ പർദീസയില് സാത്താൻ ആ പഴം കാണിച്ചതുപോലെ ഇങ്ങനെ പ്രലോഭിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയാണ് വൈദ്യശാസ്ത്രത്തിന്റെ ഒരു മേഖലയാണ്. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ റജു വർഗീസിനെ പോലെയുള്ള നിസ്വാർത്ഥരായ ദൈവഭയമുള്ള മനുഷ്യരോട് സ്നേഹമുള്ള ഡോക്ടർമാർ ധാരാളം പേരുണ്ട്.
അവർ ഇങ്ങനെയുള്ള നിലപാടുകളെടുക്കും. എന്നാൽ പലപ്പോഴും ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകൾ ഇവരോട് ഇപ്പോൾ ഒരു ചെറിയ പനിക്ക് ചെല്ലുന്നവനെ പോലും സ്കാനിങ്ങിന് നിർബന്ധിക്കുന്ന തരത്തിൽ ആ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ വാസ്തവത്തിൽ ഈ ഡോക്ടർമാർ നിർബന്ധിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ അവർ ഈ രോഗിക്കും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനും ഇടയിൽ അവർ ഞെരുക്കപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഡോക്ടർമാർ എന്ത് ചെയ്യും? ചുരുങ്ങിയ വാക്കുകളിൽ. തീർച്ചയായിട്ടും ഇത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. എൻ്റെ ഗ്രാൻഡ് മദർ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു, കോമ സ്റ്റേജാണ്. ചെന്നൊന്ന് ഡോക്ടർ ന്യൂറോയാണ്. ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ആ വെന്റിലേറ്റർ ഇടുമെന്ന് പറഞ്ഞു. അപ്പോൾ നഴ്സ് പറഞ്ഞു ഡോക്ടർ വെന്റിലേറ്റർ മുകളിൽ പോയിരിക്കുക, ഇനിയിപ്പോൾ വരും 2 ദിവസം എടുക്കുക, 2 ദിവസം കഴിഞ്ഞിട്ടാൽ മതി. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ പോലും പറഞ്ഞാൽ വെന്റിലേറ്ററിൽ ഇട്ടു. ഇത് എന്ന് പറഞ്ഞാൽ ഇതൊരു ബിസിനസ് തന്നെയാണ്. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പോഴേ നമ്മുടെ പല ഹോസ്പിറ്റലിൽ ഞാൻ അറിയുന്നത് കമ്പ്യൂട്ടർ സെറ്റിങ്സ് ഉണ്ട്. അതായത് 500 രൂപയുടെ ഒരു റൂമാണ് ഒരാൾ എടുക്കുന്നതെങ്കിൽ അയാൾക്ക് ഡോക്ടേഴ്സ് ഫീ, നഴ്സസ് ഫീ, ഇങ്ങനെയുള്ള ഫീ ഒക്കെ 50 രൂപയെന്ന് കൂട്ടിക്കും. ഇതൊരു എക്സാമ്പിൾ പറയുകയാണ്. എന്നാൽ ഇത് 1000 രൂപയുടെ റൂം എടുക്കുന്നെങ്കിൽ ഡോക്ടേഴ്സ് ഫീ മാറി 250, നഴ്സസ് ഫീ 250, ഇങ്ങനെ. അതായത് റൂം അനുസരിച്ചിട്ടും അങ്ങനെ കാറ്റഗറി അനുസരിച്ചിട്ടും സർവീസ് ചാർജ് എല്ലാം മാറും. സർവീസ് ഒന്നാണ്. അപ്പൊ അതിലൂടെ തന്നെ ബിസിനസ്സാണ്. ബേസിക് ആയിട്ട് അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ഒരു രോഗി അബദ്ധവശാൽ വരുമ്പോൾ ചെറിയ റൂമില്ലാതെ അബദ്ധത്തിൽ കയറി ഒരു വലിയ റൂമിലാണ് കിടന്നതെങ്കിൽ ആ ഒറ്റ കാരണത്താൽ ഇറങ്ങി പോകുമ്പോൾ 25,000 30,000 അധികം കൊടുക്കേണ്ടി വരും ചെറിയൊരു അസുഖത്തിന് പോലും. അപ്പൊ അതൊരു ബിസിനസ്സാണ്. അപ്പൊ ഈ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു അമ്മച്ചി ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ വിശദമായ വിവരങ്ങളൊക്കെ ചോദിച്ചു, മക്കളൊക്കെ എവിടെ? അപ്പോൾ അമ്മച്ചി ഓർത്ത് അമ്മച്ചിയോടുള്ള പ്രത്യേക സ്നേഹവും കരുതലും ഒക്കെ ഉള്ളത് കൊണ്ട് ഡോക്ടർ ചോദിച്ചു. അപ്പോൾ അമ്മച്ചി പറഞ്ഞ മൂത്ത മകന് അമേരിക്കയിലാണ്, രണ്ടാമത്തെ മകൾ കാനഡയിലാണ്, മൂന്നാമത്തെ ആൾ സ്വിറ്റ്സർലൻഡിലാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ വാസ്തവത്തിൽ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ഇതൊക്കെ ചോദിച്ചത്. അല്ലാതെ അമ്മച്ചിയോടോ കുടുംബത്തോടോ ഉള്ള സ്നേഹം കൊണ്ട് ചോദിച്ചതൊന്നുമല്ല. വേറെ പറയാം, ഇൻഷുറൻസ് കാർഡ് ഉണ്ടല്ലോ. ഈ കാർഡ് ഉള്ളത് വരുമ്പോൾ അവർക്ക് വലിയ വലിയ ട്രീറ്റ്മെന്റ് നടത്തുന്ന സ്ഥലങ്ങളുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. കാർഡുള്ളപ്പോൾ കാർഡില്ലെങ്കിൽ ഒരു കവിത തന്നെ ഉണ്ട്, പ്രശസ്ത ആര് എഴുതിയാണ് ഞാൻ പറഞ്ഞു. ആ കവിത ഇതാണ്: 2 പേർക്കും നെഞ്ചുവേദന വന്നു, 2 പേരും ആശുപത്രിയിൽ ചെന്നു, ഒരാൾക്ക് കാർഡില്ലായിരുന്നു. അയാളോട് ഡോക്ടർ പറഞ്ഞു ആ ഗ്യാസിന്റെ മരുന്ന് കഴിച്ചാന്ന് പറഞ്ഞു വിട്ടു. അയാൾ ആ ഡോക്ടറെയും ചീത്ത വിളിച്ച് ഞാൻ കാർഡ് മേടിക്കുമെന്ന് പറഞ്ഞ് നടക്കുകയാണ്, എന്തെങ്കിലും കാർഡ് മേടിക്കുമെന്ന് പറഞ്ഞ്. മറ്റേയാളാണെങ്കിലോ കാർഡ് ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ ബൈപ്പാസ് സർജറി ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രോഗിയായിട്ട് വീട്ടിൽ വന്ന് കുത്തിയിരിക്കുകയാണ്. അപ്പം ഇത് ഒരു കവിതയിൽ വന്നതാണെങ്കിലും ഇതൊരു എന്താ പറയുന്നത്, ചിലയിടങ്ങളിലെങ്കിലും ഇപ്പം ഡോക്ടർ ഒരു 20% എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നല്ല ഡോക്ടർമാരുണ്ട്, മോശം ഡോക്ടർമാരുണ്ട്. ഒരു 50% നല്ല ഡോക്ടർമാർ, 50% ബിസിനസ് ആയിട്ട് നടത്തുന്ന ഡോക്ടർമാരുമുണ്ട്. അത് തീർച്ചയായിട്ടും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇതോടൊപ്പം ഒരു വാക്കുകൂടെ ചേർക്കട്ടെ, നല്ലൊരു ഡോക്ടറിൽ നിന്നാണ് നമ്മുടെ ഈ ചർച്ച തുടങ്ങിയിരിക്കുന്നത്. അത് ഗണപതി എന്നുള്ള ഡോക്ടർ. അദ്ദേഹം കൊല്ലംകാരനാണ്, എൻ്റെ ജില്ലക്കാരനാണ്, അതോടൊപ്പം കൊല്ലം ശക്തിനഗർ സ്വദേശിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹം ഇത്തരം ഒരു ഉദ്യമത്തിൽ ഇറങ്ങി തിരിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഒരു ചർച്ച. തീർച്ചയായിട്ടും ഡോക്ടർ ഗണപതിയെ പോലെയുള്ളവരെ നമ്മൾ വളരെയധികം ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു, ആദരിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തെ പോലെയുള്ളവർ ഇനിയും ധാരാളമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വരട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ ഈ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ മേഖലയിൽ സംഭവിച്ചിരിക്കുന്ന ഈ അപചയങ്ങൾക്ക് ഒരു അവസാനം കുറിക്കേണ്ടതായിട്ടുണ്ട്. ശക്തമായ ബോധവൽക്കരണങ്ങൾ ഇക്കാര്യത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട്. ക്രൈസ്തവ സഭാ മാനേജ്മെൻറ്റുകൾ അവരുടെ ആശുപത്രികളെ, അതിനെ നിയന്ത്രിക്കുന്നവർ, അതിൻ്റെ നടത്തിപ്പുകാരെ ഒക്കെ അവർ വളരെയധികം ഈ കാര്യത്തിൽ ചില മാർഗനിർദ്ദേശങ്ങൾ സഭാ നേതൃത്വത്തിൽ നിന്ന് വളരെ ശക്തമായി തന്നെ കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് തലത്തിൽ നിന്നും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വളരെ കൃത്യമായ നിർദ്ദേശങ്ങളും രൂപരേഖകളും നിയമങ്ങളുമൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ മുൻപോട്ടുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ജോർജ് സേവ്യർ, ശ്രീ കെവിൻ പീറ്റർ, ഡോക്ടർ റജു വർഗീസ്, 3 പേർക്കും നന്ദി.